നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ നിർമ്മാതാക്കളും അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയും തമ്മിലുള്ള ഭിന്നത അതിരൂക്ഷം. പരസ്പരമുള്ള ആരോപണങ്ങൾ തുടരുന്നു. താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്ന ആവശ്യം അമ്മ സമ്മതിക്കില്ല. സിനിമാ സമരം എന്ന നിലപാടിൽ നിർമ്മാതാക്കളുടെ സംഘടനയും ഉറച്ചു നിൽക്കുന്നു. ജി സുരേഷ് കുമാറിനെ അപമാനിച്ചതിന് ഒറ്റക്കെട്ടായി ചെറുത്തു നിൽക്കുമെന്ന് നിർമ്മാതാക്കളുടെ സംഘടന പറയുമ്പോഴും പിളർത്തി മാറ്റി ആധിപത്യം സ്ഥാപിക്കാനോ അമ്മയുടെ നീക്കം. മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പുകളുടെ സമവാക്യം മാറുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. നിർമ്മാതാക്കളെ പിളർത്തുമോ അമ്മ? പ്രൈം ഡിബേറ്റിൽ അമ്മയുടെ ഭാരവാഹിയും നടനും സംവിധായകനുമായ ശ്രീ ജോയ് മാത്യു ഉണ്ട്. ഒപ്പം നിർമ്മാതാവ് ബ്രൈറ്റ് തോംസൺ, സിനിമാ ലേഖകൻ ശ്രീ പല്ലിശ്ശേരി, സംവിധായകൻ ശ്രീ ബൈജു കൊട്ടാരക്കര, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ, നടൻ ശ്രീ ബിനു മോഹൻ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ശ്രീ അജു മുണ്ടിയാക്കൽ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ ജോയ് മാത്യുവിനോട് സംസാരിച്ചതിന് ശേഷം മറ്റ് അതിഥികളിലേക്ക് പോകാം. ശ്രീ ജോയ് മാത്യു, നിർമ്മാതാക്കളുടെ സംഘടനയുടെ വൈസ് പ്രസിഡന്റായ ജി സുരേഷ് കുമാർ പറയുന്ന കാര്യം സിനിമ എടുക്കാൻ പറ്റാത്ത വിധത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നാണ്. അതിനാൽ സിനിമാ നിർമ്മാണം നിർത്തിവെക്കും. ആന്റണി പെരുമ്പാവൂർ ഇതിനെതിരെ പ്രതികരിച്ചു. അമ്മയും നിർമ്മാതാക്കളും തമ്മിലുള്ള തർക്കമായി. കൊമേഴ്സ്യൽ സിനിമ ഇൻഡസ്ട്രിയുടെ ഒരു പ്രശ്നമാണ് ഇത്. ഒന്നാമതൊരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഇതിൽ സമ്പന്നന്മാർ തമ്മിലുള്ള ഒരു വാക്തർക്കം എന്നതിനപ്പുറമൊന്നും ഇതില്ല. കാരണം സമ്പത്തുള്ളവരും സമ്പത്തില്ലാത്തവരും എന്നുള്ള ഒരു രണ്ട് ക്രൈറ്റീരിയയിലും ആകുള്ളൂ. അപ്പം അതിൽ അവർ തമ്മിലുള്ള പ്രശ്നം അവർക്ക് പറഞ്ഞു തീർക്കാവുന്നതാണ്, പറഞ്ഞു തീരുന്നതുമാണ്. ഇത് ഒരു ശാശ്വതമായിട്ടുള്ള ഒരു തർക്കമോ പിണക്കമോ ആയി മാറാൻ സാധ്യതയില്ല. താൽക്കാലികമായ ചില അസ്വാരസ്യങ്ങളാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇതിൽ ആരുടെ നിലപാടിനൊപ്പമാണ് താങ്കൾ? പരസ്പരം വിഴുപ്പലക്കൽ തുടരുന്നുണ്ട്. പ്രതിഫലം താരങ്ങൾ കുറയ്ക്കണമെന്ന് നിർമ്മാതാക്കളുടെ സംഘടന നിലപാടെടുത്തതാണല്ലോ. അമ്മയ്ക്ക് പക്ഷേ അത് പ്രശ്നമാണ്. ഒരു കാരണവശാലും പ്രതിഫലം കുറയ്ക്കാൻ താരങ്ങൾ തയ്യാറാകില്ല. അതാണല്ലോ ഇതിൽ അമ്മയാണല്ലോ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കെതിരെ നിൽക്കുന്നത്. ഒന്നാമത് അമ്മ എന്നുള്ള സംഘടന ചുരുക്കം ചില താരങ്ങളുടെ സംഘടനയല്ല. ഇത് അഭിനേതാക്കളുടെ സംഘടനയാണ്. മലയാള ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന അഭിനേതാക്കളുടെ സംഘടനയാണ് അമ്മ എന്ന സംഘടന. ഈ താരങ്ങൾ വളരെ കുറച്ച് പേരേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ആ താരങ്ങൾ ഒരിക്കലും ഈ പ്രൊഡ്യൂസർമാരുടെ അടുത്ത് പോയിട്ട് സാറേ ഞങ്ങൾ അഭിനയിപ്പിക്കൂ എന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പകരം താരങ്ങൾ അവരുടെ പ്രോഡക്റ്റിന്റെ, ഒരു കമേഴ്സ്യൽ പ്രോഡക്റ്റിന്റെ അവിഭാജ്യ ഘടകമായതുകൊണ്ട് ഈ താരങ്ങളെ പ്രൊഡ്യൂസർമാർ സമീപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ താരങ്ങൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ എന്ത് പ്രോഡക്റ്റും അങ്ങനെയല്ലേ, മാർക്കറ്റിൽ അതിന് ഡിമാൻഡ് ഉണ്ടെന്ന് കാണുമ്പോൾ അതിന് വില കൂടും. അപ്പോൾ ആ ഡിമാൻഡ് ഉള്ളതനുസരിച്ച് അവർ വില കൂട്ടുന്നു. ആ വില കൂട്ടുന്നത് കൊടുക്കാൻ ഇവർ തയ്യാറാവുന്നു. ഇവർ തയ്യാറാവാതിരിക്കട്ടെ, ഇവർ താരങ്ങളെ വെക്കാതെ സിനിമ എടുക്കട്ടെ, അങ്ങനെ നല്ല സിനിമ എടുത്ത് കാണിച്ചു തരട്ടെ. അപ്പോൾ ഈ പ്രശ്നം നിൽക്കുന്നില്ലല്ലോ. ഇവർ താരങ്ങൾ തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നുകൊണ്ടാണല്ലോ താരങ്ങൾക്ക് ഡിമാൻഡ് വർദ്ധിക്കുന്നതും അവർ പ്രതിഫലം കൂട്ടി ചോദിക്കുന്നതും. അവർ പ്രതിഫലം കുറച്ച് ചോദിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് വേണ്ട മറ്റു നടന്മാരുടെ അടുത്ത് പോയിക്കോട്ടെ, സിനിമ എടുത്തോട്ടെ, പ്രശ്നം കഴിഞ്ഞല്ലോ. പക്ഷേ ശ്രീ ജോയ് മാത്യു, അതെങ്ങനെ പറ്റും? അപ്പോൾ മുൻനിര താരങ്ങളെ വിലക്കി എന്ന് പറഞ്ഞ് ആദ്യം രംഗത്ത് വരുന്നത് അമ്മ സംഘടനയായിരിക്കും, സംശയമില്ലല്ലോ. വേണമെങ്കിൽ അഭിനയിപ്പിച്ചാൽ മതി എന്നുള്ള ഈ ആവേശ പറച്ചിലൊക്കെ അപ്പോൾ മാറും. മറ്റു നടന്മാരുടെ ഇപ്പൊ ഇന്ന താരങ്ങളെ വെച്ച് ഞങ്ങൾ പടമെടുക്കില്ല എന്ന് പ്രൊഡ്യൂസർ സംഘടന പറയട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. അത് നിങ്ങൾ മുൻകൂട്ടി കാണേണ്ട കാര്യമില്ല. അവർ പറയട്ടെ ഇന്ന താരങ്ങളെ വെച്ച് ഞങ്ങൾ പടമെടുക്കില്ല എന്ന് അവർ പറയുമ്പോൾ ഞങ്ങൾ അതിനനുസരിച്ച് പ്രതികരിക്കാം. പക്ഷേ ജി സുരേഷ് കുമാർ പറയാത്തൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ ആദ്യമേ പ്രിക്കോഷൻ എടുക്കേണ്ട കാര്യമുണ്ടോ? പക്ഷേ ജി സുരേഷ് കുമാർ പറഞ്ഞപ്പോൾ തന്നെ അത് മുൻനിര താരങ്ങളെ കുറിച്ച് മോശമായി പറയുന്നു, പ്രതിഫലം കൂട്ടുന്നു തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ മോശക്കാരനാക്കുകയാണ്. ഈ പറയുന്ന ആന്റണി പെരുമ്പാവൂർ പോലും അമ്മയുടെ ആളായാണ് അവിടെ സംസാരിക്കുന്നത്. താങ്കൾ ഇപ്പോൾ പറയുന്ന പോലെയാണ് ആന്റണിയും പറയുന്നത്. അത് വെറുതെ നിർമ്മാതാക്കളുടെ സംഘടനയും ആന്റണി പെരുമ്പാവൂരും തമ്മിലുള്ള പ്രശ്നമായി കാണാനാവില്ല. ശ്രീ ജോയ് മാത്യു, അല്ല, അത് കാര്യം വ്യക്തമൊന്നുമില്ല. അത് ആന്റണി പെരുമ്പാവൂരും ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻ തമ്മിലുള്ള പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. മോഹൻലാലിന്റെ പടം എടുക്കുന്ന ഒരു നിർമ്മാതാവ് എന്നുള്ള രീതിയിലാണ് ആന്റണി പെരുമ്പാവൂരിനെ മോഹൻലാൽ സപ്പോർട്ട് ചെയ്തിരിക്കുക. അല്ലാതെ മോഹൻലാൽ അമ്മ സംഘടന റെപ്രസെന്റ് ചെയ്തിട്ടല്ല അത് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അല്ല, അപ്പോൾ ഇതിൽ ഈ അമ്മയ്ക്ക് ഔദ്യോഗികമായി ഒരു പ്രതികരണവുമില്ലേ? സിനിമാ സമരം പോലും നിർമ്മാതാക്കൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് അമ്മയിലെ അംഗങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്നതാണ്. എന്നിട്ടും ആന്റണി പെരുമ്പാവൂർ ഞങ്ങൾ വ്യക്തമാക്കിയതാണല്ലോ. ജി സുരേഷ് കുമാറിന്റെ പ്രസ്താവനയോട് ഞങ്ങൾ ആദ്യമേ പ്രതികരിച്ചിട്ട്
അമ്മ സംഘടനയുടെ അഡ്ഹോക് കമ്മിറ്റി അവർക്ക് കത്തയക്കുകയും ആ കത്ത് കിട്ടിയിട്ട് 3-4 ദിവസമായിട്ടും അവർ പ്രതികരിച്ചുമില്ല. അവരിതൊരു നാഥനില്ലാ കളരിയെന്ന് മറ്റോ ഒരു പരാമർശം നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ വളരെ നിരുത്തരവാദിത്തരപരമായിട്ടാണ് അവർ ചെയ്തത്. അപ്പോൾ അതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ കത്തെഴുതി അറിയിക്കുകയും ആ കത്തിന് അവർ റെസ്പോണ്ട് ചെയ്തിട്ട് പോലില്ല. അപ്പോൾ അവരെന്ത് നടപടിയെടുക്കുന്നു? അവരിപ്പോൾ തൊഴിൽ അമ്മയെ ബാൻ ചെയ്യുകയാണോ, അല്ലെങ്കിൽ അമ്മയുടെ നടന്മാരെ അവരെ അഭിനയിപ്പിക്കില്ല എന്നൊക്കെ പറയട്ടെ, അപ്പോഴല്ലേ നമ്മൾ പറയുക. അല്ലാതെ മുൻകൂട്ടി അവരെന്ത് പറയും, അവരെന്ത് ചെയ്യും എന്ന് കണ്ട് മുൻകൂട്ടി അതിനൊരു പ്രിക്കോഷൻ എടുക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ ഈ ആന്റണി പെരുമ്പാവൂരിനെ പോലുള്ളവരെ മുന്നിൽ നിർത്തി പറയുന്നതല്ലാതെ അമ്മയുടെ നിലപാട് ഇത് എന്ന് പറയുന്നില്ല. അമ്മ നാഥനില്ല കളരി എന്നൊന്നും സുരേഷ് കുമാർ പറഞ്ഞിട്ടില്ല. അത് അമ്മയ്ക്ക് തന്നെ ഇപ്പോൾ ഭാരവാഹികൾ എന്ന് പറയാൻ ആരുമില്ലല്ലോ, അഡ്ഹോക് കമ്മിറ്റിയാണ്. അതൊക്കെയാണ് സുരേഷ് കുമാർ പറഞ്ഞത്. അല്ല, സുരേഷ് കുമാറാണോ ആ വേദിയിലിരിക്കുന്ന ഏതോ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെ പറഞ്ഞത്. അതിന് ഞങ്ങൾ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അവർ പിൻവലിച്ചെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. മറ്റ് സംഘടനകളുമായ എല്ലാം നിർമ്മാതാക്കൾ കൂടിയാലോചന നടത്തി. പക്ഷെ അമ്മയ്ക്ക് ഇങ്ങനെ ഭാരവാഹികൾ ഇല്ലാത്തത് കൊണ്ട് പറ്റിയില്ല, നിങ്ങൾക്ക് അഭിപ്രായമില്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അമ്മയ്ക്ക് ഇക്കാര്യത്തിൽ, ഈ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നാണല്ലോ താങ്കൾ പറയുന്നത്. അപ്പോൾ നിർമ്മാതാക്കൾ മുന്നോട്ട് വയ്ക്കുന്ന ആശങ്കകൾ ചർച്ച ചെയ്യാൻ പോലും കഴിയാത്ത സംഘടനയായി അമ്മ മാറുകയാണ്. കാര്യമാണ്. അല്ലാതെ നമ്മളിപ്പോ ജൂൺ 1 അവർ സമരം നടത്തുമെന്ന് പ്രഖ്യാപിക്കുന്നു, പിന്നെ അവർ സമരം നടത്തുന്നില്ല എന്ന് പിന്നോട്ട് പോകുന്നു എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ആ സമയത്താണത് ആലോചിക്കുക. ഞങ്ങൾ സമരമൊന്നും ഞങ്ങൾക്ക് അങ്ങനെ വലിയ ഭീഷണിയായിട്ടൊന്നും തോന്നുന്നില്ല. ഒരു സമരം കൊണ്ട് തളർത്താവുന്ന ഒന്നല്ല ഒരു സിനിമയും ഒരു കലാരൂപവും. പക്ഷേ ഈ രണ്ട് കൂട്ടരും പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ. നിർമ്മാതാക്കൾ പറയുന്നതിലും കാര്യമുണ്ട്, അഭിനേതാക്കൾ പറയുന്നതിലും കാര്യമുണ്ട്. നിർമ്മാതാക്കൾ ഇല്ലെങ്കിൽ നടന്മാർ ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ തിരിച്ച് നടന്മാരെ കൊണ്ട് നിങ്ങൾ കാശുണ്ടാക്കുന്നല്ലോ എന്ന് പറഞ്ഞാൽ തർക്കം അങ്ങനെ തന്നെ നിൽക്കും. അത് താങ്കളെപ്പോലെയുള്ള ആളുകൾക്ക് അറിയാവുന്ന കാര്യവുമാണല്ലോ. പക്ഷെ ഇവിടെ അമ്മ എന്ന് പറയുന്ന സംഘടന ഒരിക്കലും പ്രതിഫലം കുറയ്ക്കാൻ ഞങ്ങൾ അങ്ങനെ ഒരു ആവശ്യമേ അംഗീകരിക്കാൻ പറ്റില്ല എന്ന നിലപാടിലുമാണ്. മറ്റുള്ളവർ താരങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളതല്ല എന്റെ വിഷയം. ഇത് എന്റെ ഒരു നിലപാട് ഞാൻ പറഞ്ഞതുള്ളൂ. ഇത് എവിടെയും ഞാൻ പറയുന്ന നിലപാടാണ്. ഇത് അമ്മയുടെ ഒരു നിലപാടായിട്ടും നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ട. ഇതെന്റെ ഒരു സിനിമാ പ്രവർത്തകൻ എന്നുള്ള രീതിയിലുള്ള എന്റെ നിലപാടാണ്. താരങ്ങൾക്ക് ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ്, അതൊരു പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ്, സിനിമ എന്ന പ്രോഡക്റ്റിന് അത്യാവശ്യമായതുകൊണ്ടാണ് നിർമ്മാതാക്കൾ അവരെ പുറകെ പോകുന്നത്. സിനിമ എടുക്കണമെങ്കിൽ, നല്ല സിനിമ എടുക്കണമെങ്കിൽ ഇവരൊന്നും ഇല്ലാതെ എടുക്കാമല്ലോ സിനിമ. അപ്പം ലാഭം കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സിനിമ എടുക്കുന്ന നിർമ്മാതാക്കൾക്ക് അതിന് വേണ്ട ചേരുവകൾ വേണം. അതിലൊരു ചേരുവയാണ് താരം. ആ താരത്തിന്റെ കൂടെ മേൽവിലാസത്തിലാണ് ഇവരുടെ പടങ്ങൾ തിയേറ്ററിൽ വരുന്നതും വിതരണക്കാരൻ എടുക്കുന്നതും ഓടുന്നതും ഒക്കെ തന്നെ. അപ്പോൾ അവർക്ക് താരങ്ങൾ മസ്റ്റാണെങ്കിൽ അവർ താരങ്ങളുടെ ഡിമാൻഡിനനുസരിച്ച് നിൽക്കേണ്ടി വരും. താരങ്ങൾ സ്വയം അവരുടെ റേറ്റ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യുന്നുള്ളത് അത് അവരെ സംബന്ധിക്കുന്ന കാര്യമാണ്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഒരു സംഘടനയ്ക്ക് അതിലൊരു തീരുമാനം എടുക്കാനും പറ്റില്ല. അപ്പോൾ സുരേഷ് കുമാർ അങ്ങനെ പറഞ്ഞാൽ തിരിച്ച് സുരേഷ് കുമാറിനെതിരെ സംസാരിക്കേണ്ടി വരും അഭിനേതാക്കൾക്ക്. സുരേഷ് കുമാറിനെതിരെ മോശമായി പോലും അമ്മ സംഘടനയുടെ ഭാരവാഹി പോലും പറയുന്നത് കേട്ടു. ജയൻ ചേർത്തല പറഞ്ഞത് സുരേഷിന്റെ മകൾ കീർത്തി സുരേഷ് കോടികൾ വാങ്ങുന്നുണ്ടല്ലോ. അങ്ങനെയൊക്കെ പറയുമ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തെ പോലും അപമാനിക്കാൻ അവസരം കൊടുക്കുകയാണ്. സിനിമാ രംഗത്തുള്ളവരെ കുറിച്ച് തന്നെയാണ് സിനിമാ രംഗത്തുള്ളവർ ഇങ്ങനെ പറയുന്നത്. അല്ല, ഇതിൽ വേറൊരു കാര്യമുണ്ട്. ഇതിപ്പോൾ പ്രൊഡ്യൂസറുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അവർക്ക് വരുന്ന നഷ്ടങ്ങൾക്ക് ഞങ്ങൾക്ക് അതിയായ വിഷമമുണ്ട്. എനിക്ക് വിഷമമുണ്ട്. കാരണം ഇത് ഇരുകൂട്ടരും പാലിക്കേണ്ട ഒരു വ്യവസ്ഥതയുണ്ട്. ഇങ്ങനത്തെ ഒരു കമേഴ്സ്യൽ പ്രോഡക്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഉത്തരവാദിത്വത്തോടു കൂടെ ചെയ്യേണ്ടതും സമയബന്ധിതമായി തീർക്കേണ്ടതും അതിനതിൻ്റെതായ ഡിസിപ്ലിൻ പാലിക്കേണ്ടതുണ്ട്. അത് അഭിനേതാക്കളുടെ ഭാഗത്തുനിന്നായാലും ശരി, പ്രൊഡ്യൂസർമാരുടെ ഭാഗത്തുനിന്നായാലും ശരി. ഈ ഒരു ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ ഒരു കച്ചവടം അല്ലെങ്കിൽ ഒരു വ്യാപാരം എന്നുള്ള രീതിയിൽ ഇത് സക്സസ് ആവുള്ളൂ. അതിൽ 2 ദിവസം കഴിഞ്ഞ് പ്രതിഫലം താരങ്ങൾ കൂട്ടുന്നതിന് കാരണം ഇവർ കൃത്യമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് വെക്കാത്തതുകൊണ്ടാണ്. കൂടുതൽ ദിവസം ഷൂട്ട് ചെയ്യേണ്ടി വരുന്നത് ഡയറക്ടറോ അല്ലെങ്കിൽ സാങ്കേതിക വിദഗ്ധരോ ആയിട്ട് ഒരു കൃത്യമായിട്ട് കോൺട്രാക്റ്റ് വെക്കാത്തതുകൊണ്ടാണ്. അത് പിന്നീട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഇത് ഇത്രയും ചെലവ് വന്നാലും ഇനി ലാഭം കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. ലാഭം കിട്ടാതെ വരുമ്പോൾ പറയുന്നു ഇത് നടന്മാരുടെ കുറ്റമാണ്, അവർ പ്രതിഫലം കൂട്ടി ചോദിച്ചു, അങ്ങനെ പോകുന്നു. അത് വലിയ കൂട്ടരും പാലിക്കേണ്ട ഒരു ഡിസിപ്ലിൻ ഉണ്ട് ഇതിൽ. അതെനിക്ക് പറയാനുള്ളത്. ശരി, പക്ഷെ സംഭവിക്കുന്നത് അങ്ങനെയല്ല. ഞാൻ കഴിഞ്ഞ ചോദ്യമായിട്ട് ഉന്നയിച്ചത് ഈ സുരേഷ് കുമാറിനെതിരെ പോലും മോശമായിട്ട് അമ്മ സംഘടനയുടെ ഭാരവാഹി പോലും പറയുകയാണ്. ഞാൻ അതാണ് ജയൻ ചേർത്തലയുടെ ഉദാഹരണം ഇവിടെ പറഞ്ഞത്. കീർത്തി സുരേഷ് കോടികൾ വാങ്ങുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാണ് നിങ്ങൾ പ്രതിരോധിക്കുന്നത്. അപ്പോൾ ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാലിക്കേണ്ട മര്യാദകൾ പാലിക്കുന്നില്ല. സിനിമാ രംഗത്തുള്ളവരെ കുറിച്ച് സിനിമാ രംഗത്തുള്ളവർ തന്നെ ഈ രീതിയിൽ പ്രചരിപ്പിക്കുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ സുരേഷ് കുമാറിനെ അപമാനിക്കുവാൻ അവസരം കൊടുക്കുകയാണ്.
അല്ല, ഈ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു വിഷയത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അത് വ്യക്തിപരമാവാതെ നോക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാരണം വ്യക്തിപരമായിട്ട് നമ്മൾ എടുത്തു നോക്കിയാൽ ആരും മഹാത്മാഗാന്ധിമാരോ അല്ലെങ്കിൽ ആരും മറ്റേ AKGയോ EMS ഒന്നുമില്ല. ഒരുപാട് പേർക്ക് ഒരുപാട് പോരാധീനതകളും പരാധീനതകളും ഒക്കെ ഉണ്ടാവും. പക്ഷേ നമ്മളൊരു വിഷയത്തെ സമീപിക്കുമ്പോൾ ആ വിഷയത്തോട് എങ്ങനെയാണ് നിങ്ങൾ നീതി പുലർത്തുന്നതെന്നാണ് നോക്കേണ്ടത്. അല്ലാതെ അവരുടെ ബന്ധുക്കളെയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ നോക്കിയിട്ടല്ല ഒരു വിമർശനം ഉന്നയിക്കേണ്ടത് എന്ന് എൻ്റെ അഭിപ്രായം. പിന്നെ ശ്രീ ജോയ് മാത്യു, ഈ അമ്മ ഔദ്യോഗികമായിട്ട് നിലപാട് പറയാൻ മടിക്കുകയാണ്. എല്ലാ സംഭവങ്ങളും പോലെ തന്നെയാണ് ഇവിടെയും താമസമാണ് സംഭവിക്കുന്നത്. അമ്മ അടുത്ത് തന്നെ പത്രസമ്മേളനം വിളിച്ചിട്ട് അതിന് നിലപാട് വ്യക്തമാക്കുന്നതാണ്. സുരേഷ് കുമാർ പറഞ്ഞതിനോട് തീർത്തും വിയോജിപ്പാണ് താങ്കൾ ഇവിടെ പ്രകടിപ്പിക്കുന്നത്. അതായത് മലയാള സിനിമാ രംഗത്ത് ഇപ്പോൾ പരസ്പരം അഭിപ്രായ പ്രകടനം നടത്തുന്നവർ തൊട്ടു മുൻപ് വരെ തോളോട് തോൾ ചേർന്ന് നിന്നവരാണ് എന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, ഇപ്പോ സുരേഷ് കുമാർ പറഞ്ഞൊരു കാര്യത്തിൽ നടന്മാർ പ്രൊഡ്യൂസർമാരാകാൻ പാടില്ല എന്ന് പറയുന്നു. പക്ഷെ പ്രൊഡ്യൂസർമാർ അഭിനയിക്കുന്നുണ്ട്. ഇപ്പോൾ സുരേഷ് കുമാർ തന്നെ പല പടങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. ആന്റണി പെരുമ്പാവൂർ അഭിനയിച്ചിട്ടുണ്ട്. ചാൻസ് കിട്ടിയ എല്ലാ പ്രൊഡ്യൂസർമാരും അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ്. അതുകൊണ്ട് ഒരാൾ ഇന്ന ജോലി ചെയ്യാൻ പാടുള്ളൂ എന്ന് ഒരു കലാരൂപത്തിലും എവിടെയും ഇല്ല. ഇപ്പം നമ്മൾ വിദേശ സിനിമകൾ നോക്കുകയാണെങ്കിൽ ശരി, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ തിരക്കഥ എഴുതുന്നവരും അഭിനയിക്കുന്നുണ്ട്, അഭിനയിക്കുന്നവർ സംവിധാനം ചെയ്യുന്നുണ്ട്, സംവിധാനം ചെയ്യുന്നവർ ക്യാമറ കൈകാര്യം ചെയ്യുന്നുണ്ട്, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലും എല്ലാവർക്കും അവരുടെ കഴിവ് തെളിയിക്കാനുള്ളൊരു ഒരു കലാരൂപമാണ് സിനിമ. അതാണ് സുരേഷ് കുമാറിനോട് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. മറ്റൊന്ന്, അമ്മയുടെ തീരുമാനം, അമ്മയുടെ അഡ്ഹോക് കമ്മിറ്റി അംഗമെന്ന നിലയ്ക്ക് ഞങ്ങളുടെ കൂട്ടായ തീരുമാനത്തിലെത്തുകയും ആ തീരുമാനം മാധ്യമങ്ങളെ അടുത്ത് തന്നെ അറിയിക്കുന്നതുമാണ്. പിന്നെ ഈ ആന്റണി പെരുമ്പാവൂർ സുരേഷ് കുമാറിനെതിരെ ഒരു ലേഖനം പോലെ കാര്യങ്ങൾ എഴുതി പിടിപ്പിക്കുകയായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ഭാഷയല്ല എന്നുള്ളതും വ്യക്തമാണ്. അതായത് മോഹൻലാലാണ് ആന്റണി പെരുമ്പാവൂരിന് പിന്നിലെന്ന് സംശയമില്ല. മാത്രമല്ല പൊതുസമൂഹത്തിൽ ആ ഒരു കാര്യം വരുന്നതിന് വേണ്ടിയാണ് ഈ പോസ്റ്റ് മോഹൻലാൽ ഷെയർ ചെയ്തതും. അല്ല, ഈ മോഹൻലാൽ പറയുന്നത് ഏറ്റുപറയുന്ന ഒരാളാണ് ആന്റണി പെരുമ്പാവൂർ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആന്റണി പെരുമ്പാവൂരിന് സ്വന്തമായ ഐഡന്റിറ്റി ഉണ്ട്, സ്വന്തമായ വ്യക്തിത്വമുണ്ട്, സ്വന്തമായ അഭിപ്രായമുള്ള ആളാണ്. പക്ഷെ അല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞത്? അമ്മയുടെ നിലപാടല്ലാതെ പിന്നെ എന്താണ് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞത്? നിർമ്മാതാക്കളുടെ ഭാഗമാണോ? അമ്മയുടെ ഭാഗത്ത് നിന്നിട്ടല്ലല്ലോ ആന്റണി പെരുമ്പാവൂർ സംസാരിച്ചിട്ടുള്ളത്, ഒരിക്കലുമല്ല. അല്ല, സുരേഷ് കുമാറിനെതിരെ നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്ന് പറയുമ്പോൾ അത് അമ്മയ്ക്ക് വേണ്ടിയല്ലാതെ പിന്നെ സുരേഷ് കുമാറിനെതിരെ പറയുന്നവരൊക്കെ അമ്മയുടെ അംഗങ്ങളാണോ? അമ്മയ്ക്ക് വേണ്ടിയാണോ? അല്ലല്ലോ. അയാളിപ്പോൾ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ അത് അമ്മ എന്ന സംഘടനയ്ക്ക് വേണ്ടിയാണ് ഞാൻ മറുപടി പറയുന്നത് എന്ന് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞോ? ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് എതിരായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ ഇപ്പോൾ സജീവമായി പണം മുടക്കുന്ന നിർമ്മാതാക്കളും അത്ര സജീവമല്ലാത്തവരും തമ്മിലുള്ള ഒരു പ്രശ്നമാണെന്നുള്ള ഒരു പ്രതീതി പോലും ഉണ്ടല്ലോ. ഈ സംഘടനയുടെ ചട്ടക്കൂടിൽ നിന്ന് ചില തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു എന്ന വിധത്തിൽ ഇപ്പോൾ ആന്റണി പെരുമ്പാവൂരിന്റെ അത് ഓരോ കാലത്തും അങ്ങനെയാണ്. അത് ആക്റ്റീവായിട്ടുള്ള പ്രൊഡക്ഷൻ സൈഡിലുള്ള ആൾക്കാർ കൂടെയാണ് അഭിനേതാക്കളൊക്കെ ഉണ്ടാവുക. അതിൽ നമ്മൾ ഒരു എന്താ പറയുക, ഖേദിച്ചിട്ട് കാര്യമില്ല. നിങ്ങളിപ്പോൾ ഒരു മാധ്യമപ്രവർത്തകനാണെങ്കിൽ മാധ്യമപ്രവർത്തകനായിരിക്കുമ്പോഴാണല്ലോ നിങ്ങൾക്ക് ആ ഒരു മേഖലയിലുള്ള ഒരു പിടിപാടുണ്ടാവുക, അല്ലെങ്കിൽ ഉണ്ടാവില്ലല്ലോ. അല്ല, അപ്പോൾ വേണമെങ്കിൽ താരങ്ങളെ വിളിച്ചാൽ മതിയെന്ന് താങ്കൾ പറയുമ്പോൾ ഇതേ താരങ്ങളെ ഉണ്ടാക്കിയെടുത്തവരാണ് ഞങ്ങളെന്ന് നിർമ്മാതാക്കളും പറയുന്നുണ്ട്. കോടികൾ നഷ്ടപ്പെടുന്നത് ഞങ്ങൾക്ക് മാത്രമാണെന്നും താരങ്ങൾക്കൊന്നും നഷ്ടമാകുന്നില്ല എന്നും ഇതേ നിർമ്മാതാക്കൾ തന്നെയാണ് പറയുന്നത്. അല്ല, ഇതെന്താണെന്നറിയോ പ്രശ്നം? ഈ സുരേഷ് കുമാറും കോടികൾ എറിഞ്ഞ് കോടികൾ നേടിയ നിർമ്മാതാവാണ്. പഴയ കാലങ്ങളിൽ നോക്കി അറിയാം നമുക്ക്. ഭയങ്കര ഹിറ്റ് സിനിമകളൊക്കെ എടുത്ത ആളാണ്. ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ അവസ്ഥ എനിക്ക് എന്താണെന്ന് അറിയില്ല. അദ്ദേഹം ഇപ്പോഴും പ്രൊഡക്ഷൻ സൈഡിൽ ആക്റ്റീവായിട്ടുള്ള ആളാണ്. ഇതിലുള്ള പലരും, സിയാദ് കോക്കർ ഇപ്പോൾ അടുത്ത് തന്നെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തോളൂ, അദ്ദേഹത്തിന്റെ മകൾ സംവിധാനം ചെയ്ത സിനിമ. ഇവരൊക്കെ തന്നെ പ്രൊഡക്ഷനിലുള്ള ആൾക്കാരാണ്. പക്ഷേ ഇവര് ഇങ്ങനെ ഒരു താരങ്ങളെ സമീപിക്കുമ്പോൾ അവരുടെ റേറ്റ് ചിലപ്പോൾ താങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. അതായിരിക്കാം കാരണം. താങ്കൾ കരുതുന്നത് ഇത് താനെ കെട്ടടങ്ങുമെന്നാണ് അല്ലേ? ഇത് അത്ര വലിയൊരു വിഷയമായിട്ട് മാറില്ല എന്ന് അത്രേ ഉള്ളൂ. പക്ഷെ പരസ്പരം എങ്ങനെയാണ് ഇപ്പോൾ? അതെ, കാരണം അത്രയേ ഉള്ളൂ. ഞാനിതിനങ്ങനെ കാണുന്നുള്ളൂ. ഒരു താൽക്കാലികമായിട്ടുള്ള ഇവരുടെ ഒരു പ്രശ്നം മാത്രമാണിത്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലല്ല, ഉള്ളവർ തന്നെ അവരുടെ ഉള്ളിലുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് പെട്ടെന്ന് പരിഹരിക്കപ്പെടും. അങ്ങനെയാണ് ലോകചരിത്രം. ശരി ശരി, നന്ദി ശ്രീ ജോയ് മാത്യു ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. എന്തായാലും ശ്രീ ബൈജു കൊട്ടാരക്കര, അമ്മയും നിർമ്മാതാക്കളുടെ സംഘടനയും തമ്മിലുള്ള ഭിന്നത
അത് പ്രകടമായ ഒരു കാര്യം തന്നെയാണ്. പ്രതിഫലം കുറയ്ക്കണം എന്ന് ജി സുരേഷ് കുമാർ പറഞ്ഞതാണല്ലോ. പ്രമുഖ താരങ്ങളെ അത് പറ്റില്ല, പ്രകോപനപരമായിട്ടാണ് അദ്ദേഹത്തിന് സംസാരം എന്ന രീതിയിൽ വന്നിരിക്കുന്നത്. അവിടെയാണല്ലോ ആന്റണി പെരുമ്പാവൂരിന്റെ പ്രത്യക്ഷപ്പെടൽ പോലും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ജോയ് മാത്യു കൃത്യമായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് അമ്മയുടെ ഒരു നിലപാടെന്ന് അത് വ്യക്തവുമാണല്ലോ. നിർമ്മാതാക്കൾ പറഞ്ഞതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയില്ല. എന്താണ് ശരിക്കും സംഭവിക്കുന്നത് മലയാള സിനിമയിൽ? ആദ്യം തന്നെ മഞ്ജുഷ പറയട്ടെ, അമ്മയല്ല AMMA എന്നേ ഞാൻ പറയുള്ളൂ. കുറെ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. കാരണം ഇപ്പൊ ഈ പറഞ്ഞ ഒരുപാട് നിലപാടുകൾ എടുക്കുന്നു പറയുന്ന ജോയി മാത്യു പോലും ഈ AMMAയുടെ പല കാര്യങ്ങളിലും, ഈവൻ നടി ആക്രമിക്കപ്പെട്ട കേസിലാണെങ്കിലും ശരി, ഹേമ കമ്മിറ്റിയുടെ കേസിലാണെങ്കിലും ശരി, ഏതാണ്ട് 58ഓളം പേരുടെ പേരിൽ കേസൊക്കെ എടുത്തിട്ടുണ്ട് AMMAയിൽ നിന്ന് തന്നെ. എന്തെങ്കിലും നടപടികൾ ഉണ്ടോ എന്നൊന്നും അറിയാൻ പാടില്ല. പക്ഷെ ഒരു പ്രതിഫലത്തിന്റെ കാര്യം വന്നപ്പോ AMMAയിലെ ഈ പറയുന്ന താരങ്ങളൊക്കെ ഒരുമിച്ച് നിൽക്കുന്നു. ഈ പ്രതിഫലം ഇന്നോ ഇന്നലെയോ ആണോ അവർ കൂട്ടിയത്? കുറെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പ്രതിഫലങ്ങൾ കുറയ്ക്കണം എന്ന് ഈ സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുരേഷ് കുമാർ പറയുന്നു താരങ്ങൾ സിനിമ എടുക്കരുതെന്ന് പറയുന്നു. ആ പറയുന്നതിൽ യാതൊരു ന്യായവുമില്ല. കാരണം സിനിമ എടുക്കാനും ഏത് താരങ്ങൾക്കും ഏത് ടെക്നീഷ്യനും ഒക്കെ സിനിമ എടുക്കാനുള്ള അവകാശം നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ നമ്മുടെ അവിടെ നടക്കുന്ന ഒരേ ഒരു കാര്യം, ഇപ്പൊ ഈ പ്രസ്താവനയ്ക്ക് ഇറക്കുന്ന ആന്റണി പെരുമ്പാവൂരുണ്ടല്ലോ, ആരാണ് ആന്റണി പെരുമ്പാവൂർ? ആരാണ് ബാക്കിയുള്ള മലയാളത്തിലെ ഈ മുൻനിര നിർമ്മാതാക്കൾ എന്ന് പറയുന്ന ആളുകളായിട്ട് ഇപ്പൊ നിൽക്കുന്ന ആളുകൾ ആരാണ്? പ്രൊഡക്ഷൻ കൺട്രോളർമാരായിട്ടും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ടും ഒക്കെ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ വന്ന് നാട്ടുകാരന്റെ കാശ് കൊണ്ട് സിനിമ എടുത്ത ആളുകളാണ് കൂടുതലും. ആന്റണി പെരുമ്പാവൂരിന്റെ വീട്ടിൽ നിന്ന് പണം കൊണ്ടുവന്നാണ് സിനിമ എടുത്തുകൊണ്ടത് ഇത്തരം കാലം? ആന്റണി പെരുമ്പാവൂർ 20 കോടിയുടെ 50 കോടിയോ 100 കോടിയോ സിനിമ എടുക്കുന്ന ആന്റണി പെരുമ്പാവൂരിന്റെ വീട് പിരിട്ട് കൊണ്ടുവന്ന കാശ? അതോ ആന്റണി പെരുമ്പാവൂർ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണോ? സിനിമയിൽ നിന്ന് എന്തെങ്കിലും ലാഭം കിട്ടിയ പണം കൊണ്ടാണോ ആന്റണി പെരുമ്പാവൂർ സിനിമ എടുക്കുന്നത്? അപ്പൊ എല്ലാവർക്കും അറിയാം ആന്റണി പെരുമ്പാവൂർ ആരാണ്. മോഹൻലാലിന്റെ കൂടെ നിന്ന് മോഹൻലാലിന്റെ സിനിമകളാണ് അയാൾ എടുക്കുന്നത് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ ബാക്കിയുള്ള പ്രൊഡ്യൂസർമാരും. ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കും, ഞാൻ അമേരിക്കയിൽ നിന്നാണ്, ഞാൻ ടെക്സസിലുണ്ട്. ഇവിടെ അടുത്തൊരു പ്രൊഡ്യൂസറിനെ ഈ അടുത്ത ദിവസം കാണാൻ വന്നിരുന്നു. കണ്ണിലൂടെ കരച്ചിലാണ് വരുന്നത്. ഞാൻ അന്നേരം അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ കരച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. കാരണം 6 കോടി എന്നോ മറ്റോ പറഞ്ഞിട്ട് 24 കോടി രൂപ ചെലവായ ഒരു സിനിമ ഇതുവരെയും റിലീസ് ആവാതെ പെട്ടിയിലിരിക്കുന്നു. അപ്പൊ ഇവരൊക്കെ പറയുന്നത് അല്ല, ഇവിടെ ജോയ് മാത്യു പറഞ്ഞ താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ. ഇത് കുറെ വർഷങ്ങളായിട്ട് എല്ലാ കാലത്തും മലയാള സിനിമയിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് താരങ്ങളെ വേണ്ട എങ്കിൽ അവരെ അഭിനയിപ്പിക്കേണ്ട, മറ്റുള്ളവരെ വെച്ച് അഭിനയിപ്പിച്ചു. താരങ്ങളെ വേണമെങ്കിൽ അവർക്ക് ഡിമാൻഡ് ഉണ്ട്, അതനുസരിച്ച് പ്രതിഫലം നൽകണം. അത് നിങ്ങളും വെറുതെ അല്ലല്ലോ ഈ കാശ് കൊടുക്കുന്നത്, നിങ്ങൾക്കും ലാഭം കിട്ടുന്നതിന് വേണ്ടി അല്ലേ എന്ന്. അതാണല്ലോ സ്വാഭാവികമായിട്ടും അമ്മയിലെ മുതിർന്ന ആളുകൾ പറയുക. മഞ്ജുഷെ, അവര് പറയുന്നത് കറക്റ്റാണ്. പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് നിർമ്മാതാക്കൾ സിനിമ ചെയ്യുന്നത്. പക്ഷേ ഏതിനും ഒരു മര്യാദയുണ്ട്. ഇന്ന് 5 ലക്ഷം മേടിക്കുന്നവൻ ഒരു സിനിമ ഓടിയാൽ ആ സിനിമ തിയേറ്ററിൽ ഒരു 2 ആഴ്ച ഓടിക്കഴിഞ്ഞാൽ ഈ 2 ആഴ്ച ഓടുന്നതിന് മുമ്പ് നടന്നുകൊണ്ടിരിക്കുന്ന പണി അറിയത്തില്ലേ? സുരേഷ് കുമാർ പറഞ്ഞു 100% സത്യമാണ്. 100 കോടി ക്ലബിൽ കയറി, 200 കോടി ക്ലബിൽ കയറി എന്നൊക്കെ പറഞ്ഞ് പരസ്യങ്ങൾ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് അഭിനയിക്കുന്ന ഒരു ചെറിയ ആർട്ടിസ്റ്റ് പോലും അടുത്ത സിനിമയ്ക്ക് ചോദിക്കുന്ന 50 ലക്ഷം രൂപയാണ്. ഈ 50 ലക്ഷവും 1 കോടിയും 2 കോടിയും ഒക്കെ ആക്കി കൊടുക്കുന്ന ഈ നിർമ്മാതാക്കൾ തന്നെയാണ്. ഈ നിർമ്മാതാക്കൾ എന്ന് പറയുന്നത് ഈ സുരേഷ് കുമാറോ സിയാദ് കോക്കറിനെ പോലെയുള്ള ആളുകളല്ല എന്നുള്ളതാണ് സത്യം. ഈ വിദേശങ്ങളിൽ നിന്നും മറ്റും, അതായത് അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഗൾഫിൽ നിന്നും ഒക്കെ വരുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് അവരെ പ്രലോഭിപ്പിച്ച് അവിടെ ചില പ്രൊഡക്ഷൻ കൺട്രോളർമാരും ചില ഫോക്കസും ഈ താരങ്ങൾക്ക് വാങ്ങിക്കൊടുക്കുന്ന കോടികളാണ് ഈ ഇപ്പൊ ഉണ്ടായിരിക്കുന്ന അവസ്ഥയ്ക്ക് മുഴുവൻ കാരണം. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പൊ സുരേഷ് കുമാർ സിനിമ എടുത്താൽ മോഹൻലാൽ 25 കോടി രൂപ ചോദിച്ചാൽ സുരേഷ് കുമാർ കൊടുക്കുമോ? അല്ലെങ്കിൽ ലിസിമ കൊടുക്കുമോ? അപ്പൊ ഇവരൊക്കെ ഈ വളരെ ഇൻഡസ്ട്രി അറിഞ്ഞ് പിന്നെ സിനിമ എടുക്കുന്ന ആളുകളാണ്. അപ്പൊ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാൻ വേണ്ടി എന്തും ചെയ്യാം, എത്ര കോടി വേണേലും എടുക്കാം, എത്ര ബ്ലാക്ക് മണി ആയാലും കുഴപ്പമില്ല, ഇത് ഞങ്ങൾ കൊടുത്തേക്കാം എന്നൊക്കെ പറഞ്ഞ് ഈ പണം കൊടുക്കുമ്പോഴാണ് ഈ താരങ്ങൾ അതിൽ അങ്ങ് മതിമറന്ന് അഭിനയിച്ചു പോയി സിനിമയിൽ. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ മഞ്ജുഷ, അപ്പോൾ ഇപ്പോൾ നടക്കുന്ന പുതുമയുള്ള കാര്യമൊന്നുമല്ലല്ലോ ഈ തർക്കമൊക്കെ കെട്ടടങ്ങാവുന്നതല്ലേ ഉള്ളൂ. ഇപ്പോൾ ജോയ് മാത്യു തന്നെ പറയുന്നുണ്ട് ഇതെങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ പരസ്പരം പഴിചാരുന്ന ആളുകൾ തന്നെ വളരെ സൗഹൃദത്തിലുള്ള ആളുകളുമാണ്. ഇപ്പോൾ ജി സുരേഷ് കുമാറും മോഹൻലാലും തമ്മിൽ തെറ്റി എന്നൊക്കെ നമുക്ക് വെറുതെ പറയാം എന്നല്ലാതെ അങ്ങനെയൊന്നും സംഭവിക്കുന്ന കാര്യമേ അല്ലല്ലോ. മഞ്ജുഷേ, മോഹൻലാലും സുരേഷ് കുമാറും തമ്മിൽ തെറ്റുന്നതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. പക്ഷെ സുരേഷ് കുമാർ പറഞ്ഞതിനകത്ത് കുറെ കാര്യങ്ങൾ സത്യസന്ധമായ കാര്യങ്ങളുണ്ട്. ആ സത്യസന്ധമായ കാര്യങ്ങൾ സുരേഷ് കുമാർ ആണെങ്കിലും നേരത്തെ പറഞ്ഞ സിയാദ് കോക്കർ ആണെങ്കിലും ഇവരൊക്കെ മലയാള സിനിമയിൽ മര്യാദക്ക് സിനിമ എടുത്തുകൊണ്ടിരുന്ന ആളുകളാണ്. പക്ഷെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ താരങ്ങളാണെങ്കിലും, എനിക്കറിയാം, എന്റെ ഒരു സുഹൃത്തുണ്ട് ഓസ്ട്രേലിയയിലെ, ഷിബു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ ഷിബു ആണ് മിക്കവാറും സിനിമകളുടെയൊക്കെ വേൾഡ് റേറ്റ് എടുക്കുന്നത്. സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഷിബുവിനെ സമീപിക്കും. എന്തിനാ? പണം മേടിക്കാൻ.
ഈ പണം മേടിച്ചത് എത്ര സിനിമയുടെ പണം ഈ മനുഷ്യന് കിട്ടാനുണ്ടെന്നറിയോ? അതിന് കേസുകൾ എത്ര നാട്ടിലുണ്ടെന്നറിയോ? അല്ല, അതിന് ആരാണ് കുറ്റക്കാർ? ബൈജു, അതിനാരാണ് കുറ്റക്കാർ? അതില് കുറ്റക്കാരെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, അതിനകത്ത് കുറ്റക്കാര് മറ്റാരുമല്ല, ഈ മലയാള സിനിമയെ നശിപ്പിക്കുന്ന ഒരു കോക്കസ് തന്നെയുണ്ട് മഞ്ജുഷ്. ആ കോക്കസ് എന്ന് പറയുന്നതാണ്, നേരത്തെ പറഞ്ഞില്ലേ, ഒരു 15 അംഗ പവർ കമ്മിറ്റി എന്നൊക്കെ പറയുന്നില്ലേ, എല്ലാം ഒന്ന് തന്നെ. ഈ പറഞ്ഞ 15 അംഗ പവർ കമ്മിറ്റിയാണ് AMMയിലാണെങ്കിലും ശരി, ഫെഫ്കയിലാണെങ്കിലും വേറെയുള്ള അസോസിയേഷനിലാണെങ്കിലും എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പൊ ഇവരൊക്കെ ചേർന്ന ഒരു കോക്കസ്, അതായത് ഈ പണം ഉണ്ടാക്കാനുള്ള ഒരു കോക്കസ് ആണ് ഈ സിനിമയുടെ ഈ അധോഗതി അന്നും ഇന്നും ഈ വരുത്തി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവരൊക്കെ ഈ പണം മേടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഒറ്റ ആഗ്രഹം എന്താ? ഞാൻ ചോദിക്കട്ടെ, മലയാള സിനിമയിൽ എത്ര ആർട്ടിസ്റ്റുകൾ ഒരു സിനിമ കഴിഞ്ഞാൽ അവരുടെ സ്വന്തം സിനിമ അല്ലെങ്കിൽ ഇപ്പൊ മോഹൻലാലിന്റെയോ മമ്മൂട്ടിയുടെയോ അല്ലെന്നുണ്ടെങ്കിൽ പൃഥ്വിരാജിന്റെയോ ഒക്കെ അവരുടെ സ്വന്തം സിനിമ അല്ലെങ്കിൽ അവര് സ്വന്തം പണം മുടക്കിയതോ അവര് പ്രൊഡക്ഷനിൽ പാർട്ണറായിരിക്കുന്ന സിനിമ അല്ലെങ്കിൽ എത്ര പേര് പ്രൊമോഷന് വേണ്ടി ഒരു മാസത്തേക്ക് ഈ സിനിമയ്ക്ക് പോകുന്നു? സിനിമ റിലീസ് കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റെങ്കിലും പോകുന്നുണ്ടോ? ഞാൻ നേരിട്ട് കണ്ടുകൊണ്ട് കണ്ടിട്ടുണ്ട് പല പ്രാവശ്യവും. ഒരു ആർട്ടിസ്റ്റെങ്കിലും ഒരു പ്രൊമോഷൻ വിളിക്കുമ്പോൾ ഇവർക്ക് സമയമില്ല, അടുത്ത സിനിമയ്ക്ക് ഡേറ്റ് കൊടുത്തു കഴിഞ്ഞു. ആണ് ഇവരൊക്കെ ഉള്ള സമയം കൊണ്ട് ഈ ഉള്ളതെങ്കിൽ പോരട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന താരങ്ങളാണ് നമ്മുടെ നാട്ടിൽ കൂടുതലും. ശരി, ഇപ്പോൾ ബ്രൈറ്റ് തോംസൺ അദ്ദേഹം പുതിയൊരു നിർമ്മാതാവാണ്. അദ്ദേഹത്തിന്റെ ഒരു സിനിമ കഴിഞ്ഞ മാസമാണ് റിലീസായത്. ഈ ജനുവരിയിലെ ഈ കഴിഞ്ഞ മാസത്തെ നഷ്ടക്കണക്കുകളാണല്ലോ ജി സുരേഷ് കുമാറിന്റെ ആ തുറന്നു പറച്ചിലിന് ഇടയാക്കിയതും. ശ്രീ ബ്രൈറ്റ് തോംസൺ, താങ്കളുടെ ഒരു അനുഭവം എങ്ങനെയാണ്? താങ്കൾ ഇപ്പോൾ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ഒരു അംഗം കൂടിയാണല്ലോ. അപ്പോൾ ജി സുരേഷ് കുമാർ പറഞ്ഞതിനോട് സ്വാഭാവികമായിട്ടും താങ്കൾക്ക് യോജിപ്പാണല്ലോ ഉള്ളത്. ഒരു പുതിയ നിർമ്മാതാവ് എന്ന നിലയിൽ താങ്കൾക്കുണ്ടായ ചില അനുഭവങ്ങളുമുണ്ടല്ലോ ഇതിൽ. അതെ, എന്റെ സുരേഷ് കുമാർ പറഞ്ഞ വളരെ കറക്റ്റ് കാര്യങ്ങളാണ്. അതായത് ഇപ്പം താരങ്ങളെ മാത്രം നമ്മൾ എടുക്കണ്ട, ഈ താഴെ കിടക്കുന്ന ഇപ്പൊ നമ്മള് ചെറിയ ആർട്ടിസ്റ്റ് മുതൽ മേളറ്റം വരെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാല് എല്ലാവരും തന്നെ അവരുടെ പൈസ നമ്മൾ ആദ്യം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ പോലെ ചെറിയ പ്രൊഡ്യൂസർമാരുടെ സിനിമയ്ക്ക് അവർ അഭിനയിക്കാൻ വരുന്നത്. അതായത് ആദ്യമേ അവരുടെ അക്കൗണ്ടിൽ നമ്മൾ പൈസ ചെയ്യണം, അല്ലെങ്കിൽ ആരെങ്കിലും കൊടുത്തു വിടണം. അങ്ങനെ ചെയ്താൽ മാത്രമാണ് ഇവര് നമ്മുടെ സിനിമയ്ക്ക് അഭിനയിക്കാൻ വരുന്നത്. ഞാൻ 100 പോലും ആർക്കും കൊടുക്കാനില്ല, എല്ലാവർക്കും തന്നെ ഞാൻ പൈസ കൊടുത്തു കഴിഞ്ഞു. അത് മാത്രമല്ല, ഇപ്പൊ സുരേഷ് സാർ പറഞ്ഞ കാര്യം പലതും ഇപ്പൊ 110 കോടി രൂപയുടെ നഷ്ടമാണ് ഈ കഴിഞ്ഞ ഒരു മാസത്തെ കണക്കെടുക്കുമ്പോൾ പറയണം. പക്ഷെ അത് നമ്മൾ പ്രൊഡ്യൂസർമാർ എഴുതി കൊടുക്കുന്നത് കൊണ്ടുണ്ട്, ആ എമൗണ്ട് വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതിലും വലിയ എമൗണ്ട് ആണ് നഷ്ടക്കണക്കിലായിട്ട് വരുന്നത്. അതായത് ഞാൻ ഇപ്പൊ നോക്കിയെടുത്തോളം, അതായത് നമ്മൾ തിയേറ്ററിൽ സിനിമ റിലീസ് ചെയ്ത് മുതൽ നമ്മൾ കണക്ക് കൂട്ടിക്കഴിഞ്ഞാല് ഈ പ്രൊഡ്യൂസർമാർ തന്നെയാണ് ഈ പ്രസ്ഥാനം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളൊരു സിനിമ ഇറക്കി, ആ സിനിമ തിയേറ്ററിലേക്ക് ഞങ്ങൾ എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടി. ഇപ്പം സുരേഷ് സാർ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, ഒരു പ്രൊഡ്യൂസർ പണം മുടക്കിയിട്ട് ഇപ്പൊ അദ്ദേഹം ഒരു വിറക് പുരയിലെ ഒരു വീട്ടിലാണ് താമസിക്കുന്നതെന്നാ പറഞ്ഞത്. അതായത് പുള്ളിയുടെ വീടുകളെല്ലാം വിറ്റ് പറക്കിയിട്ട് ഒരു റൂം അത് വിറക് പുരയാന്നാ പറഞ്ഞത്. അത് ശരിയാ, അത് അദ്ദേഹം മാത്രമല്ല, അതുപോലെ വരുന്ന പല പ്രൊഡ്യൂസർമാരും ഇതേ സ്ഥിതി തന്നെയാണ്. അവര് പലരും വെളിയിൽ പറയാൻ മടിക്കുവാണ്. അതുപോലെ തന്നെ ഞാനിപ്പോ ഈ താരങ്ങളുടെ ഈ എമൗണ്ട് ഇവര് പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ എമൗണ്ട് കുറയ്ക്കണമെന്നോ അല്ലെങ്കിൽ കൂട്ടണോ, അത് ഓരോരുടെ അവകാശമാണ്. ഞാൻ എത്ര രൂപ വാങ്ങണമെന്ന് തീരുമാനിക്കേണ്ട കടമ എനിക്കാണ്. അപ്പം മറ്റേ ആള് വിചാരിക്കണം ഇയാളെ വയ്ക്കണോ വേണ്ടേ എന്നുള്ളത്. അപ്പൊ അങ്ങനെ നമ്മൾ 100 പേര് അല്ലെങ്കിൽ 100 പ്രൊഡ്യൂസർമാർ ഒരേ മനസ്സായിട്ട് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാല് ഇത് നേരെയാകാന്നുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷേ ശ്രീ ശ്രീജിത്ത് പണിക്കർ, അങ്ങനെ പറ്റുമോ? അത് ഫിലിം ഇൻഡസ്ട്രിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്. ഇവിടെ ശ്രീ ജോയ് മാത്തിയാണ് പറഞ്ഞത്, വേണമെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ മതി, താരങ്ങളെ നിങ്ങൾക്കാണല്ലോ ആവശ്യം, നിർമ്മാതാക്കൾക്കാണല്ലോ ആവശ്യം, നിങ്ങൾ വിളിക്കേണ്ട. അങ്ങനെ നിർമ്മാതാക്കൾ ഈ താരങ്ങളെ ഒന്നും വിളിക്കേണ്ട എന്ന് തീരുമാനിച്ചാൽ ഈ ഫിലിം ഇൻഡസ്ട്രി മുന്നോട്ട് പോകുമെന്നാണോ? അപ്പോൾ ഈ അമ്മയുടെ നിലപാട് ഇതായിരിക്കുകയുമില്ലല്ലോ, ഈ ഒരു നിലപാടുമായിരിക്കില്ലല്ലോ. ബൈറ്റ് താങ്കളിലേക്ക് വരാം. ശ്രീജിത്ത് പണിക്കർ. ശ്രീ മഞ്ജുഷ്, ഈ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നത് സിനിമ എന്നത് ഒരു ഷോ ബിസിനസ്സാണ്. അപ്പോൾ അവിടെ ശമ്പളമല്ല ഉള്ളത്, അവിടെ പ്രതിഫലമാണ്, സാലറി അല്ല, പകരം അവിടെ കിട്ടുന്നത് റെമ്യൂണറേഷനാണ്. അപ്പോൾ ആ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് ആ സിനിമാ മേഖലയുമായി പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാവരും സ്വയം തീരുമാനിക്കുന്നതാണ്. അവർ തീരുമാനിച്ചിട്ടാണ്, ഇപ്പോൾ ഒരു ഡയറക്ടർ ആയിക്കോട്ടെ, ആക്ടർ ആയിക്കോട്ടെ, റൈറ്റർ ആയിക്കോട്ടെ, അവരാണ് അവരുടെ പ്രതിഫലം തീരുമാനിക്കുന്നത്. ആ പ്രതിഫലം പ്രൊഡ്യൂസർ കൊടുക്കാനായിട്ട് തയ്യാറാണ് എങ്കിൽ അവർ ആ പ്രോജക്റ്റുമായിട്ട് സഹകരിക്കുകയാണ് ചെയ്യുക.
അതിന് അതിൻ്റെതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു കാരണവുമുണ്ട്. അത് 2 ഇൻഡസ്ട്രികളിൽ മാത്രമേ ആ രീതിയിലത്തേക്ക് പ്രവർത്തിക്കത്തുള്ളൂ. അതൊന്ന് സിനിമയാണ്, മറ്റൊന്ന് സ്പോർട്സ് ആണ്. അതുകൊണ്ട് തന്നെയാണ് കായിക താരമെന്നും സിനിമാ താരമെന്നും ഇവരൊക്കെ തന്നെ നക്ഷത്രങ്ങളായി മാറുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം, ഇപ്പോൾ മോഹൻലാൽ ഒരു സിനിമയിൽ അഭിനയിക്കുന്നു, അതിന് കുറേയധികം അഡ്വാൻറ്റേജസ് ഉണ്ട്. അത് തിയേറ്ററിൽ കിട്ടുന്ന ഒരു ഇനീഷ്യൽ പുള്ളുണ്ട്, ആ പടത്തിന് കിട്ടുന്ന ഒരു ശ്രദ്ധയുണ്ട്, ആ പടത്തിന് കൂടുതൽ ആൾക്കാർ പിന്നീട് ടിക്കറ്റ് എടുക്കാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ശ്രമിക്കുന്നു എന്നുള്ളതുണ്ട്. അപ്പോൾ അതിന് കിട്ടുന്ന ഒരു വൈഡ് വിസിബിലിറ്റി ഉണ്ട്. നേരെ മറിച്ച് താരതമ്യേന പുതുമുഖമായിട്ടുള്ള ഒരാളിനെയോ അല്ലെങ്കിൽ മറ്റൊരു 2ാം നിരയിലോ 3ാം നിരയിലോ ഉള്ള ഒരു നടനെയോ വിളിച്ച് ആ റോൾ അഭിനയിപ്പിച്ചു കഴിഞ്ഞാൽ ആ രീതിയിലത്തേക്കുള്ള ഒരു ശ്രദ്ധ കിട്ടില്ല. എന്ന് വെച്ചാൽ ഒരു സിനിമ പ്രിഡോമിനന്റ്ലി അതിൽ സംവിധായകനുണ്ട്, എഴുത്തുകാരനുണ്ട്, എല്ലാവരും ഉണ്ട് എങ്കിലും താരങ്ങളെ ചുറ്റപ്പറ്റി നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അതുകൊണ്ട് തന്നെയാണ് താരങ്ങൾക്ക് അവരുടേതായിട്ടുള്ള താരമൂല്യം ഉണ്ടാകുന്നത്. അപ്പോൾ ആ താരമൂല്യം ഉള്ളപ്പോൾ നിർമ്മാതാക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഞാനൊക്കെ ഒരു പ്രേക്ഷകനാണല്ലോ, അല്ലാതെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളല്ല. അപ്പോൾ ഞാനൊക്കെ സിനിമ കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിൽ പോവുക ചെയ്യുന്നത്. അപ്പോൾ ആ തിയേറ്ററിൽ എക്സിബിറ്റർ അവിടെ സിനിമ പ്രദർശിപ്പിക്കുക മാത്രമല്ല, അവിടെ കുറേ സാധനങ്ങൾ, ബെവറേജസ്, ഫുഡ് ഐറ്റംസ് ഇതൊക്കെ തന്നെ ഇവിടെ വിൽക്കാനും വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ എക്സോർബിറ്റന്റ് റേറ്റ് ആണ് എന്നുള്ളത് വേറൊരു കാര്യം. ഞാൻ ചോദിക്കട്ടെ, അവിടെ ചെല്ലുന്ന സമയത്ത് ഞാൻ ടിക്കറ്റ് എടുത്ത് വന്നിരിക്കുന്നു, എൻ്റെ കയ്യിൽ അഡീഷണൽ ആയിട്ട് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു 100 രൂപ മാത്രമാണുള്ളത്. അപ്പോൾ ആ 100 രൂപയും കൊണ്ട് ഞാൻ ആ കൗണ്ടറിലേക്ക് പോകുന്നു, അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ നോക്കുന്നു. 30-40 രൂപയ്ക്ക് എനിക്ക് വേണമെങ്കിൽ ഉഴുന്നുവട കിട്ടും, 150 രൂപയാണ് പോപ്കോണിന്. ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കയ്യിൽ 100 രൂപയുള്ളത്. ഞാൻ അവിടെ ചെന്നതിന് ശേഷം ആ തിയേറ്ററിൽ വിൽക്കാനിരിക്കുന്ന ആളിൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുമോ, ചേട്ടാ എൻ്റെ കയ്യിൽ 100 രൂപയുള്ളൂ, അതുകൊണ്ട് ചേട്ടൻ ഈ പോപ്കോണിൻ്റെ റേറ്റ് ഒന്ന് കുറച്ചിട്ട് 100 രൂപയ്ക്ക് എനിക്ക് തരണം, അതല്ലെങ്കിൽ അതിൽ കുറച്ച് പോപ്കോൺ വാരിയിട്ടതിന് ശേഷം എനിക്ക് അങ്ങനെ തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അല്ലയോ? അല്ല. അവർക്ക് സെറ്റായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇപ്പോൾ സ്മോള്, ലാർജ്, മീഡിയം എന്നൊക്കെ പറഞ്ഞ അളവുകളുണ്ട്. അതിന് സെറ്റായിട്ടുള്ള രീതിയുണ്ട്, അതിന് ബില്ലുണ്ട്. അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ എനിക്ക് എന്താ പറ്റുക? ഒന്നുകിൽ കഴിക്കാതിരിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് 30 രൂപയുടെ വട വേണമെങ്കിൽ മേടിച്ച് കഴിക്കാം, വേണമെങ്കിൽ 3 എണ്ണം വരെ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. ഇത് മാത്രമേ എനിക്ക് ചെയ്യാൻ കഴിയൂ. ഇനി മറ്റൊരു കാര്യം വേണമെങ്കിൽ ഇവിടെ ചെയ്യാം. എനിക്ക് പരിചയമുള്ള എൻ്റെ അതേ അവസ്ഥയിലുള്ള ഒരാളുണ്ടെങ്കിൽ അയാളെ കൂടെ വേണമെങ്കിൽ പണം കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ 75 രൂപ, അവനും 75 രൂപ, 150 രൂപയ്ക്ക് ഞങ്ങളൊരു പോപ്കോൺ വാങ്ങിയിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യുന്നു. ഞാൻ പറഞ്ഞാൽ അത് വർക്കബിൾ ആയിട്ടുള്ള ഒരു മോഡലാണ്. ചിലപ്പോൾ എനിക്ക് ഇത്രയും പോപ്കോൺ വേണ്ടായിരിക്കും. അപ്പോൾ എന്താ ചെയ്യുക? ഇതൊരു ജോയിന്റ് മോഡലാണ്. ഞാൻ പറയുന്നത്, ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നടൻ ഇൻഡിസ്പെൻസിബിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അയാൾ തന്നെ വേണം നിങ്ങളുടെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടത് എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം ചോദിക്കുന്ന പ്രതിഫലം കൊടുക്കേണ്ടി വരും. ഇനി അതല്ല എങ്കിൽ വ്യക്തിപരമായി ചിലപ്പോൾ നിങ്ങൾക്ക് നെഗോസിയേഷൻ നടത്താനായിട്ട് സാധിച്ചേക്കും. വ്യക്തിബന്ധങ്ങൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആ സിനിമയുടെ ക്യാൻവാസ് എത്ര വലുതാണ് എന്നതിനെക്കുറിച്ചോ അവാർഡ് സാധ്യതകളെ പറ്റിയോ ഒക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ തന്നെ ഡിമാൻഡിനനുസരിച്ച് പണം കൊടുക്കുക തന്നെ വേണം. ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ശ്രീ പല്ലിശ്ശേരി, അദ്ദേഹം സിനിമാ ലേഖകൻ കൂടിയാണ്. താങ്കളിലേക്ക് വരാം. പല്ലിശ്ശേരിക്ക് കുറച്ച് തിരക്കുള്ളത് കൊണ്ടാണ്. ശ്രീ പല്ലിശ്ശേരി, എന്താണ് യഥാർത്ഥത്തിൽ സിനിമയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ? സിനിമയിൽ സംഭവിച്ചുകൊണ്ടിരിക്കും ഇപ്പോഴുള്ളതല്ല. ഇത് ആദ്യത്തെ സിനിമ മുതൽ, മലയാള സിനിമയിലെ ആദ്യത്തെ സിനിമ മുതൽ തുടങ്ങിയിട്ടുള്ളതാണത്. പക്ഷെ എനിക്കുള്ള സംശയം എന്ന് വെച്ചാൽ, ആർട്ടിസ്റ്റുകൾ പ്രതിഫലം കുറയ്ക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എത്രയാണ് പ്രതിഫലം? ഞാൻ ഈ പലപ്പോഴും ചോദിക്കുന്നത്, എത്രയാണ് പ്രതിഫലം? കൊടുക്കുന്ന പ്രതിഫലം എത്രയാണ്? കൂട്ടി ചോദിച്ച പ്രതിഫലം എത്ര? ഇത് അറിഞ്ഞാലേ നമുക്ക് കൂടുതലാണോ കുറവാണെന്നോ പറയാൻ പറ്റുള്ളൂ. അത് നിർമ്മാതാക്കൾ അത് ഹൈഡ് ചെയ്യരുത്. നിർമ്മാതാക്കൾ പറയണം, ഞാൻ ഇത്ര രൂപയാണ്, ഇത്ര കോടിയാണ് കൊളുത്തിയിട്ടുള്ളത് എന്ന് പറയണം. അത് പറഞ്ഞിട്ടില്ല. അത് പറയാത്ത കാലം വരെ ഇവരെങ്ങനെ കൂടുതൽ മേടിക്കുന്നോ കുറവ് മേടിക്കുന്നോ? ഞാനൊരു ഔട്ട്സൈഡറാണ്. ഞാൻ സിനിമ എടുക്കുന്ന ആളല്ല. ഞാൻ സിനിമയെക്കുറിച്ച് പഠിക്കുന്ന ഒരാളാണത്. ആ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് മമ്മൂട്ടി മേടിക്കുന്ന എത്ര കോടിയാണ്, മോഹൻലാൽ മേടിക്കുന്ന എത്ര കോടിയാണ്, മറ്റേ പൃഥ്വിരാജ് മേടിക്കുന്ന എത്ര കോടിയാണ്, ടൊവിനോ മേടിക്കുന്ന എത്ര കോടിയാണ്, ജയറാം മേടിക്കുന്ന എത്ര കോടിയാണ്, അതല്ല മഞ്ജു വാര്യർ മേടിക്കുന്ന എത്ര കോടിയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ നമുക്ക് അറിയില്ല ഇത്രയൊക്കെ മേടിക്കുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അതേസ്ഥാനത്ത് മറ്റു ഭാഷകളിൽ ഇതിനേക്കാൾ കൂടുതൽ വാങ്ങുന്നുണ്ട്. അതിന്റെ പരാതികൾ ഉണ്ടെങ്കിൽ പറയേണ്ടത് അന്യഭാഷക്കാരാണ് ആയിരിക്കണം. തമിഴായാലും തെലുങ്കായാലും കന്നഡയായാലും ഹിന്ദി ആയാലും അത് അവര് പറയണം എത്ര കോടിയാണ് ഞങ്ങൾ കൊടുക്കുന്നത് മേടിച്ചപ്പോ. തമിഴ്നാട്ടിലാണെങ്കിൽ വിജയ്, കമൽഹാസന്, രജനീകാന്ത് അടക്കമുള്ളവർ കോടികൾ വാങ്ങുന്നുണ്ടെന്ന് ആലോചിക്കണം. അത് അവിടുത്തെ ബിസിനസ് ആണ്, ഏരിയ വ്യത്യാസം ഉണ്ടെന്ന് ആലോചിക്കണം. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയേണ്ടതെന്ന് വെച്ചാൽ, സുരേഷ് കുമാറിന്റെ സംഘടനയായാലും ആന്റണിയുടെ സംഘടനയായാലും അമ്മയായാലും മറ്റേത് സംഘടനയായാലും പറയേണ്ടത് ഇത്ര രൂപയാണ്. നിർമ്മാതാക്കളല്ലേ കാശ് ചെലവാക്കുന്നത്, അവർ പറയണം ഇത്ര കോടിയാണ് കൊടുത്തിട്ടുള്ളത്. അത് ഇത്ര കൊടുക്കുമ്പോൾ അത് ബ്ലാക്ക് ഇത്ര വേണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, വൈറ്റ് ഇത്ര വേണമെന്ന് പറഞ്ഞ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാലേ പറ്റുള്ളൂ. അത് പറയാതെ നമ്മൾ ബാക്കി എന്ത് പറയാൻ പറ്റത്തുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളിൽ രണ്ടുപേരും ഒരേപോലെ തന്നെ കുറ്റക്കാരാണ് എന്ന് വെച്ചാൽ രണ്ടുപേരും അന്യോന്യം പഴിചാരുന്നതിൽ അർത്ഥമില്ല.
അല്ല സുരേഷ് കുമാർ പറഞ്ഞത് സുരേഷ് കുമാറിന്റെ സ്വന്തം അഭിപ്രായമല്ല. സുരേഷ് കുമാർ മറ്റു പല സംഘടനകളും തീരുമാനിച്ചിട്ട് പല കാര്യങ്ങളും പറഞ്ഞു. അത് സുരേഷ് കുമാർ ചുമതലപ്പെടുത്തിയിട്ട് പറയുന്നതാ. എന്നെ ആയാലും താങ്കളെ ആയാലും ചുമതലപ്പെടുത്തിയാല് കാര്യങ്ങളെല്ലാം കൂടെ പറയേണ്ടി വരില്ലേ? അപ്പൊ ആ രീതിയിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവരെ സംബന്ധിച്ച് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നിട്ട് സജീവമായി ചർച്ച ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ആ പ്രശ്നം അറിയാത്ത ഞങ്ങളെപ്പോലുള്ളവർക്കാ, നമ്മളെ പോലുള്ളവർക്കെന്ന് പറഞ്ഞാൽ കാരണം എന്താ, ഇവരെത്രയൊക്കെ മേടിക്കുന്ന നമുക്കറിയില്ലത്. പിന്നെ നമുക്ക് എനിക്കൊരു നിർദ്ദേശം വെക്കാനുള്ളത്, ഇവര് മേടിക്കുന്ന എമൗണ്ട് പറഞ്ഞിട്ട് അതൊരു കോംപ്രമൈസ് രീതിയിലാണെങ്കിൽ ഒരു പടം വിജയിക്കുമോ പരാജയപ്പെടുമോ ഒന്നും പറയാൻ പറ്റില്ല. ചില പടങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ, ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് വിചാരിക്കാത്ത കോടികളെല്ലാം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇല്ലേ? അത് ബഡ്ജറ്റ് കുറഞ്ഞ സിനിമ കൂടിയാണ്, അത് ശരിക്കും ലാഭകരമായ സിനിമയാണ്. അങ്ങനെ ലാഭം കിട്ടുമ്പോൾ ഒരു കണ്ടീഷൻ വെക്കാം. അങ്ങനെ ലാഭം കിട്ടുമ്പോൾ ഇവർക്ക് വീതം വെക്കാനുള്ള ഒരു കണ്ടീഷൻ കൂടി ഉണ്ടാക്കണം എന്നായിരിക്കും. അല്ലാണ്ട് നഷ്ടം സഹിച്ചാൽ തിരിച്ചു കൊടുക്കുന്ന തരത്തിലല്ല. അപ്പൊ ഒരു മിനിമൈസ് ചെയ്തിട്ടുള്ള റേറ്റ് ആണ് വാങ്ങേണ്ടതെന്ന് ആദ്യമേ സംസാരിക്കുക. അതിന് നിങ്ങൾ ആദ്യം ചെയ്യുന്നത് ചെറിയ ബഡ്ജറ്റാണോ? ചെറിയ ബഡ്ജറ്റിൽ പടം എടുക്കുമ്പോൾ പ്രശ്നമില്ല. വൻ ബഡ്ജറ്റിലേക്ക് പോകുമ്പോൾ ഇപ്പൊ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ചോദിക്കുന്നുണ്ടല്ലോ, ഈ സിനിമയുടെ ടൈറ്റിൽ ചോദിക്കുന്നുണ്ട്, ഈ സിനിമയുടെ സംവിധാനം ആരാണെന്ന് ചോദിക്കുന്നുണ്ട്, ഈ സിനിമയിലെ അഭിനേതാക്കൾ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്, ഈ സിനിമയ്ക്കുള്ള ചെലവ് ചോദിക്കുന്നുണ്ട്, ഈ സിനിമയുടെ ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊരു മിനിമൈസ് ഇത്ര കോടി രൂപ എന്ന് എഴുതി കൊടുത്തിട്ടുണ്ടാവും. ഒരു 10 കോടി എഴുതി കൊടുച്ചാൽ 12 കോടി പോട്ടെ എന്ന് വിചാരിക്കാം. ബാക്കി കൂടുതൽ വന്നാൽ ആര് സഹിക്കും? ആര് കൊടുക്കും? നിർമ്മാതാക്കൾക്ക് സഹിക്കാൻ പറ്റുമോ? പറ്റില്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു നിർമ്മാതാവ് മാത്രമല്ല, നിരവധി നിർമ്മാതാക്കൾ. ഇവിടെ ഇപ്പോൾ ജി സുരേഷ് കുമാർ പറഞ്ഞതിന് ശേഷം ഈ നിർമ്മാതാക്കളുടെ സംഘടനയെ പൊളിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം താരസംഘടനയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ടോ ഇല്ലയോ? അല്ല, നിർമ്മാതാക്കളുടെ സംഘടന പൊളിക്കാൻ പോയുമ്പോ അമ്മയും പൊളിയുന്നാലോചിക്കണം. കാരണം അമ്മ ഇപ്പൊ പൊളിഞ്ഞു നിൽക്കാന്നാലോചിക്കണം. ആരെന്ത് പറഞ്ഞാലും അമ്മയ്ക്ക് നാഥനില്ല കളവിന്ന് മറ്റു പറയാം. അമ്മയ്ക്ക് ഇപ്പൊ നാഥൻ ആരാ ഉള്ളത്? ഒരു രാഷ്ട്രപതി ഭരണം പോലെയാണ് ഇപ്പൊ നടക്കുന്നത്. അവിടെ ഒരു അഡ്വോക്ക് കമ്മിറ്റിയാണിത്. ഈ അഡ്വോക്ക് കമ്മിറ്റിയെ മുഴുവൻ അംഗീകരിച്ചിട്ടില്ല എന്ന് ആലോചിക്കണം. എന്തുകൊണ്ടാണ് അമ്മയ്ക്ക് ഇത്ര ശക്തമായ അമ്മയ്ക്ക് നാഥനില്ലാത്തത്? ആ നാഥന്മാരെ തെരഞ്ഞെടുക്കേണ്ടതല്ലേ? മാത്രമല്ല, ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമുണ്ട്, 3 or 4 പേര് അടങ്ങുന്നതല്ല അമ്മയുടെ സംഘടന. എത്രയോ ആർട്ടിസ്റ്റുകളുണ്ട്. അവർക്ക് കൂടുതൽ തൊഴിൽ കൊടുക്കാനുള്ള അവസരം നിങ്ങൾ നോക്കണ്ടേ? കുറെ പേര് ഉള്ളവൻ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുക, എന്നൊരു സിനിമയ്ക്ക് വേണ്ടി വാദിക്കുക, അവരാണ് സിനിമ കണ്ടുപിടിച്ചതെന്ന് പറയാ. അതൊന്നും ഒരു ശരിയായ രീതി. അമ്മയ്ക്ക് വേണ്ടി അല്ല ഇപ്പോഴത്തെ ഈ മറുപടി വരുന്നത് അല്ലേ? ഈ കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ല. അമ്മയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ചെയ്യണെന്താ, ഈ കൂടുതൽ പ്രതിഫലം മേടിക്കുന്നു പറഞ്ഞ ആർട്ടിസ്റ്റുകള് അത് ഇത്ര ശതമാനം അമ്മയ്ക്ക് കൊടുക്കേണ്ടതാണെന്ന് ആലോചിക്കണം. അവർ എത്ര ശതമാനം അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്? ആ കണക്ക് നമുക്കറിയില്ല. കൊടുക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ ഇത്ര ശതമാനം ഞങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ അത് അമ്മ സംഘടനയ്ക്ക് വേണ്ടിയിട്ടുള്ളത്, അത് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവര് കുറെ പേരെ സഹായിക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. അത് വ്യക്തിപരമായ സഹായങ്ങളാണ്. അവർ ടാക്സിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ളത്, അല്ലാണ്ട് ജനങ്ങളുള്ള സ്നേഹം കൊണ്ടല്ല, മറ്റുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലാന്ന് ആലോചിക്കണം. അപ്പൊ അതേപോലെ തന്നെയാണ് കണക്കുകൾ കൃത്യമായിട്ട് വെക്കണം. ആ കണക്കുകൾ അവതരിപ്പിക്കുന്ന കാര്യം നിർമ്മാതാക്കൾ പോലും ചിലപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് തയ്യാറായി എന്നുള്ളതാണ് ശരിക്കും. എനിക്കറിയാവുന്ന എത്രയോ പ്രൊഡ്യൂസർമാരുണ്ടെന്ന് ആലോചിക്കണം. കരഞ്ഞ് നിലവിളിച്ച പ്രൊഡ്യൂസർമാരുണ്ടെന്ന് ആലോചിക്കണം. അറിയോ എന്തിന്? ഷെഡ്യൂൾ ഒന്ന് മാറുമ്പോൾ തന്നെ റേറ്റ് കൂട്ടി ചോദിച്ച നടന്മാരുണ്ടെന്ന് ആലോചിക്കും. ഇവിടെ ആദ്യം ഒന്ന് പറഞ്ഞു, പിന്നെ വാക്ക് മാറ്റി പറഞ്ഞു. ഈ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പറയുന്ന കാര്യമുണ്ട്. ഇപ്പോൾ ജോയ് മാത്യു ഇവിടെ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം വേണമെങ്കിൽ വിളിച്ചാൽ മതി എന്നാണ്. ഡിമാൻഡ് ഉള്ളവർക്ക് കാശ് കൊടുത്തേ തീരുവെന്ന്. അത് ജോയ് മാത്യു പറയാൻ കാരണം, ജോയ് മാത്യു ഒരു പ്രൊഡ്യൂസർ കൂടിയാണത്. അപ്പൊ നടനാണ്, എഴുത്തുകാരാണ്. പക്ഷെ ജോയ് മാത്യു ആദ്യം അഭിനയിച്ചൊരു സിനിമയുണ്ടെന്ന് ആലോചിക്കണം ഇല്ലേ? ഇവിടെ ആദ്യം അഭിനയിച്ചത് ജോയ് മാത്യു ആരുമായിരുന്നില്ല എന്നാലോചിക്കണം. അപ്പൊ അങ്ങനെ പുതിയ ആൾക്കാരെ കണ്ടെത്തുന്നു. ഇവിടെ മമ്മൂട്ടി ഒരു സുപ്രഭാതത്തിൽ വന്നിട്ടല്ല, മമ്മൂട്ടി ഒരു ചെറിയ റോൾ അഭിനയിച്ചിട്ട് വന്നിട്ടുള്ളതാണത്. മോഹൻലാലും ചെറിയ റോൾ അഭിനയിച്ചിട്ടുള്ളതാണ്, കഷ്ടപ്പെട്ട് വന്നിട്ടുള്ളതാണത്. ഇവരൊക്കെ ധൈര്യപൂർവ്വം പ്രൊഡ്യൂസേഴ്സ് ഇവിടെ, സംവിധായകർ ഇവിടെ പടത്തിൽ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെ പറ്റിയൊന്നും കച്ചവടം ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടില്ല. പിന്നെ വളർന്ന് കഴിഞ്ഞപ്പോഴാണ് കച്ചവടം വരുന്നത്. കച്ചവടം എത്രയോ സിനിമകൾ പൊട്ടി പാളീസായി പോയിട്ടില്ല. ഇവിടെ മമ്മൂട്ടിയുടെ നിരവധി സിനിമകൾ നല്ല സിനിമകളായിട്ട് പോലും ആ സിനിമകളിൽ നിന്ന് മമ്മൂട്ടിയെ മാറ്റി നിർത്തി അഡ്വാൻസ് പോട്ടെ എന്ന് വിചാരിച്ചിട്ടില്ല. ഇവിടെ പിന്നെ ഒരു ന്യൂഡൽഹി വേണ്ടി വന്നില്ലേ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്? അതിനൊരു പ്രൊഡ്യൂസർ ഉണ്ടായില്ലേ? അതൊരു ജൂബിലി ജോയ് ഇല്ലായിരുന്നെങ്കിൽ എവിടെ ചെന്നെത്തുമായിരുന്നു? അപ്പൊ പ്രൊഡ്യൂസർമാരെ മറന്നുകൊണ്ട് ഒരു നടനും ഒരാളും കളിക്കേണ്ടതില്ല എന്നുള്ള. ഇപ്പൊക്കെ യോഗ്യന്മാരായിരിക്കും. ഞാനെങ്ങനെ യോഗ്യരായി എന്ന് അവർ ചിന്തിക്കുന്നു നന്നായിരിക്കും. എനിക്ക് ഇത്രയും അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ശരി, നന്ദി ശ്രീ പല്ലിശ്ശേരി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ശ്രീ പണിക്കർ വളരെ അർത്ഥവത്തായ കാര്യങ്ങളാണല്ലോ അദ്ദേഹം പറഞ്ഞത്. വർഷങ്ങളായി സിനിമാ രംഗത്ത് പരിചയമുള്ളയാളാണ് പല്ലിശ്ശേരി. വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യവുമാണ്. ഇന്നും ഇന്നലെയും തുടങ്ങിയ തർക്കമല്ല.
മഞ്ജുഷ എനിക്കൊരു അല്ല മഞ്ജുഷ്, ഇതില് മഞ്ജുഷ ക്രിയേറ്റീവായിട്ട് എനിക്കൊരു കാര്യം എന്തൊക്കെ സ്റ്റെപ്പുകൾ സ്വീകരിച്ചു കഴിഞ്ഞാലാണ് ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് ഈ രണ്ട് കൂട്ടരും തമ്മിൽ ചിന്തിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ പറയുന്നത് എന്തിന്റെ പേരിലാണ് ഈ പറയുന്ന ക്ലെയിംസ് എല്ലാം ഉണ്ടാകുന്നത്? വലിയ താരങ്ങൾ അഭിനയിക്കുന്ന സിനിമകൾ, ബിഗ് ബജറ്റ് സിനിമകൾ, ഇതിനെപ്പറ്റിയാണ്, അല്ലാതെ ചെറിയ സിനിമകളെ പറ്റിയല്ല. ഇപ്പൊ നേരത്തെ ശ്രീ കൊട്ടാരക്കര പറഞ്ഞതുപോലെ 6 കോടി രൂപ മുടക്കിയതിനു ശേഷം അങ്ങനെയാണ് അതിന്റെ ആന്റിസിപ്പേറ്റഡ് ബജറ്റ്, പക്ഷെ അത് എൻഡ് അപ്പ് ചെയ്യുമ്പോഴത്തേക്ക് 24 കോടി രൂപയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. ഒന്നുകിൽ ആ പ്രൊഡ്യൂസറെ ആരോ ഭംഗിയായിട്ട് കബളിപ്പിച്ചു, ആ പ്രൊഡ്യൂസറിനെ മറ്റുള്ള ആൾക്കാരുടെ നിന്ന് ഉപദേശം സ്വീകരിക്കാതെ എങ്ങനെയാണ് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി അറിയാതെ, ഇപ്പോൾ ശ്രീ ജി കെ സുരേഷ് കുമാർ പറയുന്ന പോലെ കേവലം ഒരു ഒരു ക്യാഷ്യർ പോലെ തന്നെ പ്രവർത്തിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. വലിയ ബജറ്റ് സിനിമകളിലേക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോപ്കോണിന്റെ ഉദാഹരണം പോലെ ഒന്നുകിൽ ജോയിന്റ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് പോവുക, പല പ്രൊഡക്ഷൻ ഹൗസുകൾ മെർജ് ചെയ്തിട്ട് അവരൊരു തീരുമാനമെടുക്കുക, കുറച്ചുകൂടി പ്രൊഡക്ഷൻ കൺട്രോൾ അവർക്കുണ്ടാകും. 2, പ്രോഫിറ്റ് ഷെയറിംഗ് ആയിരിക്കണം. അതായത് ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ ആരൊക്കെയാണ്? അതിന്റെ സംവിധായകനുണ്ട്, അതിന്റെ എഴുത്തുകാരനുണ്ട്, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിനേതാക്കളുണ്ട്. ഇത്രയും ആൾക്കാരുടെ പ്രതിഫലം എന്ന് പറയുന്നത് സിനിമയുടെ പ്രോഫിറ്റ് ഷെയർ ആണ് അവർക്ക് നൽകുക എന്ന രീതിയിലേക്ക് വരിക. ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു റെമ്യൂണറേഷൻ പ്ലസ് അതിന്റെ പ്രോഫിറ്റ് ഷെയർ എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ അല്ലെങ്കിൽ ബോക്സ് ഓഫീസിൽ ആ സിനിമ എത്രത്തോളം പെർഫോം ചെയ്യുന്നു എന്നത് ഇവരുടെ എല്ലാവരുടെയും തന്നെ റെസ്പോൺസിബിലിറ്റിയായി മാറും. സാധാരണ എന്താ വരിക? ആക്ടറിന്റെ പേയ്മെന്റ് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ, മറ്റൊരാളിന്റെ പേയ്മെന്റ് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ അവരെ പിന്നീട് പ്രൊമോഷന് കിട്ടാത്തത് എന്തുകൊണ്ടാണ്? ആ പടത്തിന്റെ പ്രൊമോഷൻ എന്ന് പറയുന്നത് പിന്നീട് പൂർണ്ണമായിട്ടും നിർമ്മാതാവിന്റെ ബാധ്യതയായി മാറുന്നത് കൊണ്ടാണ്. കാരണം ഇവരടുത്ത പടം കമ്മിറ്റ് ചെയ്തു, അവരതിന് പോയി. നേരെ മറിച്ച് ആ പടത്തിന്റെ തിയേറ്ററിക്കൽ റൺ എന്ന് പറയുന്നത് അതുണ്ടാക്കുന്ന പ്രോഫിറ്റ് അനുസരിച്ചിട്ടാണ് എനിക്കിനിയും എന്റെ വരവ് വരേണ്ടത് എന്നൊരു ചിന്തയുണ്ടെങ്കിലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ഒരു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചിടത്തോളം പ്ലാനിംഗ് ഉണ്ടാകണം. ഈ ഷൂട്ടിംഗ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് നടത്തണം. ഏറ്റവും പരിമിതമായിട്ട് രീതിയിൽ നടത്താൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കണം. ഓരോ കാര്യത്തിലും കൃത്യമായിട്ടുള്ള ഒരു കോൺട്രാക്ട് ഉണ്ടാകണം. അതല്ലാതെ നമ്മൾ ഈ 6 കോടി രൂപ എന്ന് പറഞ്ഞിട്ട് അതിന് 4 ഇരട്ടിയൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ ഈ ഗൾഫിൽ പോകുന്ന ആൾക്കാരെല്ലാവരും നാട്ടിൽ അവിടെ നിന്നുകൊണ്ട് തന്നെ ഒരു വീട് വെക്കുന്ന സംവിധാനമുണ്ട്. അവരുടെ ആയുസിൽ അവർ ഉണ്ടാക്കിയിരിക്കുന്ന പണം മുഴുവനും ഒരു കോൺട്രാക്ടർക്ക് കൊടുത്തിട്ട് ഈ വീട് മോടി പിടിപ്പിച്ചിട്ട് അവസാനം അവിടെ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഈ വീടും കുറെ കടവും മാത്രം ബാക്കി വരുന്ന ഒരു സംഭവമുണ്ട്. ഇനി വേണമെങ്കിൽ ഇന്നോവേറ്റീവായിട്ട്, ഇന്ന് AI ഒക്കെ ഉള്ള ഒരു കാലമാണല്ലോ, ഈ പ്രൊഡ്യൂസർമാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഒരു താരം ഒരു വർഷം അഭിനയിച്ചിരിക്കുന്ന സിനിമകൾ മുഴുവൻ എടുത്തു നോക്കുക, അതിനുള്ള ഇൻപുട്ട് കോസ്റ്റ് എത്രയായിരുന്നു എന്ന് നോക്കുക, തിയേറ്ററിൽ നിന്ന് മറ്റു മാർഗങ്ങളിൽ നിന്ന് അതിന് മൊത്തത്തിൽ കിട്ടിയിരിക്കുന്ന റിട്ടേൺസ് എത്രയാണെന്ന് നോക്കുക. അതിനുശേഷം ഈ നിർമ്മാതാക്കൾക്ക് AI പോലെയുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് തീരുമാനിക്കാൻ കഴിയുന്നതാണ് എന്താണ് ഫെയർ റേറ്റ്. ഒരു നടന്, ഒരു അഭിനേതാവിന് നിങ്ങൾ 1 കോടി രൂപ കൊടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ എത്രയാണ് എങ്കിൽ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. പ്രൊഡ്യൂസേഴ്സ് മൊത്തത്തിൽ തീരുമാനിക്കുകയാണ്. പടത്തിൽ നിന്ന് ആരെ വിലക്കുകയോ നിങ്ങളാരും പ്രൊഡ്യൂസ് ചെയ്യേണ്ട എന്ന് പറയുകയോ ചെയ്യുന്നതിന് പകരം പറയുകയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. മോഹൻലാൽ, മമ്മൂട്ടി തുടങ്ങിയ ആൾക്കാരെല്ലാം അഭിനയിക്കുന്ന സമയത്ത് അങ്ങനെ ഓരോരുത്തരെയും ഇത്രയാണ് ഞങ്ങൾ കൊടുക്കുന്ന ബജറ്റ്, ആ ബജറ്റ് വെച്ചിട്ട് മാത്രമേ ചെയ്യൂ എന്ന് പറഞ്ഞാൽ ഈ ചർച്ചയിൽ ഇതിനോടകം പറഞ്ഞ ഒരു പ്രശ്നം ഒഴിവാക്കാം. കാരണം ഓരോ സിനിമ കഴിയുന്ന സമയത്ത് ഒരു സിനിമ തിയേറ്ററിൽ 2 ആഴ്ച അടുപ്പിച്ച് ഓടിയാൽ 5 ലക്ഷം ആയിരുന്നവൻ 50 ലക്ഷം വാങ്ങുന്ന ഒരു റേറ്റ്, ഒരു രീതി ഇപ്പം നിലവിലുണ്ട് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇവിടെ എന്താവും? ഒന്ന്, ഷെയർ ആണ് വരുന്നത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട അവരുടെ കമ്മിറ്റ്മെന്റ് ഉണ്ടാകും. ഒരു വർഷത്തെ പടം മുഴുവൻ നോക്കിയതിന് ശേഷം മാത്രമേ റേറ്റ് കൂട്ടാനായിട്ട് നിർമ്മാതാക്കൾ തയ്യാറാകൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പടവും വിജയിക്കുക എന്ന രീതിയിലത്തേക്കുള്ള കൺസിസ്റ്റൻസി റിവാർഡ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെയാണ് എങ്കിൽ അത് ഈ അഭിനേതാക്കളുടെ ഉത്തരവാദിത്തമാണ്. അതല്ലാതെ ഇപ്പൊ പല അഭിനേതാക്കളെ പറ്റി കംപ്ലൈന്റ് ഇല്ലേ? അതായത് പടത്തിൽ അഭിനയിക്കുന്നു, അഭിനയിച്ചതിന് പോയതിനു ശേഷം ഡബ് ചെയ്യാനായിട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത് നിർമ്മാതാവിന്റെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ പറയുന്ന ആൾക്കാരെ തിരിച്ച് നീ പോയി ഡബ് ചെയ്യണമെന്ന് പറഞ്ഞ് താക്കീത് ചെയ്ത് അവിടെ കൊണ്ടുവിടാനായിട്ട് നിലവിൽ താരസംഘടന തയ്യാറാകുന്നുണ്ടോ എന്ന കാര്യത്തിൽ പോലും എനിക്ക് സംശയമുണ്ട്. താരസംഘടനയുടെ പ്രസക്തി പോലും ഇപ്പോൾ ഇല്ലല്ലോ. താരസംഘടന എന്നൊന്നും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇല്ല. അഡ്ഹോക് കമ്മിറ്റി മാത്രമാണ്. അതുകൊണ്ട് ഒരു കൃത്യമായ ഡിസിഷൻ എടുക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല താരസംഘടന. പക്ഷേ ഇവിടെ ജി സുരേഷ് കുമാർ ഇങ്ങനെ പറഞ്ഞപ്പോൾ, നിർമ്മാതാക്കളുടെ സംഘടന ഇങ്ങനെ അഭിപ്രായം പറഞ്ഞപ്പോൾ, പ്രതിഫലം കുറയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ പ്രതിഫലം കുറയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഓരോരുത്തരും വന്ന് പറയുകയായിരുന്നു. അത് അമ്മയുടെ പൊതു നിലപാട് എന്ന് പറയുകയും ചെയ്യാം. ശ്രീ ജോയി മാത്യുവിടെ പറഞ്ഞപ്പോൾ അമ്മയുടെ നിലപാട് തന്നെയാണ്, ഞങ്ങളത് വാർത്താ സമ്മേളനം വിളിച്ച് വൈകാതെ തന്നെ പറയുമെന്ന് അറിയിക്കുകയും ചെയ്തു. ശ്രീ സജി നന്ദിയാട്ട്, നിർമ്മാതാക്കൾ വെറുതെ കരയുന്നതല്ലാതെ മറ്റു എന്തെങ്കിലും വഴികൾ ഇതിൽ തുറക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം എന്തു വന്നാലും മലയാള സിനിമയിൽ താരങ്ങൾ പിടിക്കുന്ന സ്ഥലത്തെ കാര്യങ്ങൾ എത്തിച്ചേരുകയുള്ളൂ. അതിനൊരു പവർ ഗ്രൂപ്പ് തന്നെ സിനിമയിലുണ്ടല്ലോ. കാലാകാലങ്ങളിൽ 1990 മുതലാണ് സിനിമ നിർമ്മാതാക്കൾക്കും തിയേറ്ററുകാർക്കും ഈ പറഞ്ഞ ഡിസ്ട്രിബ്യൂട്ടർക്കും നഷ്ടങ്ങൾ തുടങ്ങിയത്. അതിന്റെ കാരണം എന്താണ്? സിനിമയോട് കമ്മിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനോട് ഡെഡിക്കേഷൻസ് ഉള്ള ആർട്ടിസ്റ്റുകളല്ല ഇപ്പോൾ ഉള്ളതെന്ന് പറയേണ്ടി വരും. കാരണം ഇവർക്ക് പണം മാത്രം മതി.
ഇവർക്ക് കോടാനുകൂടി രൂപ ഇവർ സമ്പാദിച്ചോട്ടെ. പക്ഷെ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ അവസ്ഥയോടെ ഒരു മനസ്സിലാക്കണ്ടേ. ഇവർക്ക് എവിടെയാ മനസാക്ഷി? ഇവർക്കൊന്നും ഒരു മനസാക്ഷിയില്ല. ഞാൻ പച്ചയ്ക്ക് പറയാൻ പോവാണ്, ഇവർക്കൊന്നും ഒരു മനസാക്ഷിയില്ല. അടുത്ത ദിവസങ്ങളിൽ പല കാര്യങ്ങളും പല ആർട്ടിസ്റ്റും ഞാൻ വെളിവിടും. ഇവര് ആരോടാ കളിക്കുന്നത്? പ്രൊഡ്യൂസർമാർ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ ഇവർക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞങ്ങളുടെ പ്രൊഡ്യൂസർമാർ എവിടെയാണ് ഒറ്റക്കെട്ടായി നിൽക്കുന്നത്? ആന്റണി പെരുമ്പാവൂർ എന്നുള്ളത് മലയാള സിനിമയിലെ ഏറ്റവും പ്രബലനായ പ്രൊഡ്യൂസറാണ്. അദ്ദേഹം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കൂടെ ഉണ്ടോ? ഞാൻ പറയട്ടെ ഇവിടെ പ്രൊഡ്യൂസർമാർ ഒറ്റക്കെട്ടായി നിൽക്കില്ല. കാലാകാലങ്ങളിൽ പ്രൊഡ്യൂസർമാരെ ഭിന്നിപ്പിക്കുന്ന ആരാണ്? ഇവിടുത്തെ അമ്മ എന്ന സംഘടനയിലെ ആർട്ടിസ്റ്റുകളാണ്. ഒരു സംശയം വേണ്ട. എനിക്കിതിനകത്ത് ഇന്റർ പൊളിറ്റിക്സ് അറിയാം. ഞാൻ ഈ വേറെ വർക്ക് ചെയ്യുന്ന ആളല്ലേ. ഇതിനകത്ത് ഇവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞങ്ങളുടെ ആൾക്കാർക്ക് പണം പോകും. ഇവർക്ക് എന്താ മനസാക്ഷി? ഇവരിപ്പോ ചാരിറ്റി ചെയ്യുന്നുണ്ടല്ലോ മറ്റുള്ളവർക്ക്. ഇവർക്ക് എന്തെങ്കിലും ഒരു ചാരിറ്റി ഇവിടുത്തെ ഇവരെ വെച്ച് പണം പിടിച്ച് ഇവരെ ആദ്യമായി സിനിമയെ കൊണ്ട് നടന്ന് ചെയ്യാമല്ലോ. ഈ മലയാളത്തിലെ പ്രമുഖ താരങ്ങളൊക്കെ ആദ്യം സിനിമയെ കൊണ്ടുവന്ന പല പ്രൊഡ്യൂസർമാരും നിവൃത്തികേട് നിൽക്കുകയാണ്. ഇവർക്ക് ശരണം സഹായം അവർക്ക് ചെയ്യാമല്ലോ. അപ്പൊ ഇവരൊന്നും ഒരു മനസാക്ഷി ഉള്ളവരൊന്നുമല്ല. അതൊന്നും പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ അമ്മയിലെ മുഴുവൻ ആർട്ടിസ്റ്റുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. മനസാക്ഷിയുള്ളവർ പ്രേം നസീർ ഉണ്ടായിരുന്നു, കലാഭവൻ മണി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ജഗതി ചേട്ടൻ ഉണ്ടായിരുന്നു, ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഇതൊന്നും ഞാൻ പറയില്ല. ഇപ്പോൾ ഉള്ളവർക്കൊക്കെ ഹൗ ടു മേക്ക് മണി എന്ന ഒറ്റ ചിന്തയുള്ളൂ. അല്ല, അപ്പോൾ ഇപ്പോൾ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ തകർക്കാൻ ശ്രമിക്കുന്നത് ആരാണ്? ഇപ്പോൾ ആന്റണി പെരുമ്പാവൂരിന്റെ പിന്നിൽ ആരാണ് എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമായതാണ്. അപ്പോൾ ആ ഒരു പ്രബലമായ ഗ്രൂപ്പ് അത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ നിർമ്മാണ രംഗത്ത് അത്രമാത്രം സജീവമല്ലാത്തവർ പോലും ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലുണ്ട്. ആ സംഘടനയെ ഈസി ആയിട്ട് തകർക്കാൻ പറ്റുന്നതാണല്ലോ. ഒരു പടം നിർമ്മിക്കാൻ വന്നവൻ 100 പടം നിർമ്മിക്കാൻ വന്നതാണ്. അവന്റെ കട്ടയം പടം മുടക്കിയത് ഇവരല്ലേ? ഇവിടെ മലയാള സിനിമയിലെ നിർമ്മാതാക്കളെല്ലാം തന്നെ ഒരു സിനിമ പിടിച്ചപ്പോ ഒരു പടം കൊണ്ട് നിർത്താൻ വന്നവരൊന്നും അല്ലല്ലോ മഞ്ജുഷേ. 100 പടം പിടിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് വന്നവരാ. അവരെ കട്ടയം പടം മുടക്കി കൊടുത്താ അവര്. എത്ര പേർ? നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ആർട്ടിസ്റ്റുകളുടെ അവർ വന്നപ്പോഴും ഇപ്പോഴും ഉള്ള സാമ്പത്തിക നിലയെടുത്ത് ചിന്തിക്കാൻ പറ്റില്ല. സിനിമ നിർമ്മിക്കാൻ വന്ന പ്രൊഡ്യൂസർമാരുടെ അന്നത്തെ നില ഇന്നത്തെ നിലയെടുത്ത് ഇപ്പൊ മനസ്സിലാവും ഈ വ്യത്യാസമാണ്. ഞങ്ങൾ പൊതുസമൂഹത്തിന് ഞങ്ങളെ ഇഷ്ടമല്ല. കാരണം ഞങ്ങളെ അല്ല അവർക്ക് ഇഷ്ടം. ഞങ്ങൾ ഈ കട്ടന് പിന്നിൽ നിൽക്കുക. ആർട്ടിസ്റ്റുകളുടെ നന്മയുള്ള കഥാപാത്രങ്ങളെ അവർ മനസ്സിൽ ആവാഹിച്ച് വെച്ചിരിക്കുക. അപ്പൊ അവരോട് അവർക്ക് ഇഷ്ടം. ഇപ്പൊ ഗവൺമെന്റ് പോലും പറഞ്ഞത് എന്താണ്? ഞങ്ങളെന്തോ സിനിമയെ കുറിച്ചുകൊണ്ട് ചെയ്തത്. ഒരു ഗവൺമെന്റ് ഒരു സിനിമയ്ക്ക് കൊണ്ട് ഇഞ്ചി മുട്ടായി മേടിച്ചു തന്നിട്ടില്ല. അല്ല, മന്ത്രിയുടെ നിലപാട് ഇതാണ്, നിങ്ങൾ തമ്മിൽ മത്സരിക്കട്ടെ എന്നാണ്. നിങ്ങൾ തമ്മിൽ മത്സരിക്കുമ്പോൾ സിനിമയുടെ നിലവാരം കൂടും എന്നുള്ളതാണ് മന്ത്രി സജി ചെറിയാന്റെ നിലപാട്. ശ്രീ ബൈജു കൊട്ടാരക്കര, താങ്കൾ ഇക്കാര്യത്തിലെങ്കിലും സജി നന്ദ്യാട്ടിനൊപ്പമാണ് അല്ലേ? തീർച്ചയായിട്ടും സജി പറഞ്ഞതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഈ താരങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഈ താരങ്ങള് ഈ പ്രൊഡക്ഷൻ തുടങ്ങിയത് തന്നെ മഞ്ജുഷ നമ്മൾ മനസ്സിലാക്കേണ്ട, സജിക്കൊക്കെ അറിയാം, സജിക്കും ശ്രീ ജോയി മാത്യുവിനും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു സിനിമ ഇപ്പൊ ഈ കാലത്ത് ഒരു സിനിമ ഇറങ്ങുമ്പോൾ ആ താരങ്ങളുടെ അതിനകത്തുള്ള ആ വാല്യൂ, അതിന്റെ ടെക്നീഷ്യന്റെ വാല്യൂ ഒക്കെ നോക്കിയിട്ട് ഇതിന്റെ OTT റൈറ്റും സാറ്റലൈറ്റും ഈ കാര്യങ്ങളും മുഴുവൻ പല താരങ്ങളും എഴുതി മേടിക്കുന്ന പ്രവണത ഇപ്പോഴും ഉണ്ട്. ഇതെന്തിനാണ് ഈ നിർമ്മാതാക്കൾ അവർക്ക് വേണ്ടി എഴുതി കൊടുക്കുന്നത്? അവർക്ക് മാറ്റിക്കൂടി? ഈ നിർമ്മാതാവിനെ തന്നെ ഇത് വിറ്റുകൂടി? അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെ ഒരു തീരുമാനം മലയാള സിനിമയിൽ എടുക്കും എന്ന് സുരേഷ് കുമാറിനെ പോലെ അല്ലെങ്കിൽ സിയാ കോക്കനെ പോലെയൊക്കെയുള്ള ചില ആളുകൾ നേരത്തെ പറഞ്ഞതനുസരിച്ചാണ് നിർമ്മാതാക്കളുടെ പ്രൊഡക്ഷൻ പോലും സ്റ്റാർട്ട് ചെയ്തത്. ഓരോ ബിനാമികളെ വെക്കുക, ആ ബിനാമികളെ കൊണ്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്യിക്കുക. ആ പ്രൊഡ്യൂസ് ചെയ്യിക്കുമ്പോൾ ഇവർ ഇതിനകത്തുള്ള ഈ OTT റൈറ്റും ഈ പിന്നെ ഓവർസീസ് റൈറ്റും അതേപോലെ തന്നെ സാറ്റലൈറ്റ് റൈറ്റും ഒക്കെ ഇവർ കുത്തകയാക്കി വെച്ചുകൊണ്ടിരിക്കുന്നു. അതും ഒരു ലോബിയിങ്ങിലൂടെയാണ്. എല്ലാവർക്കും അറിയാം. ഞാനിത് പറയുമ്പോൾ ലോബിയിങ് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ പറയും ഇത് സ്ഥിരം പറയുന്നതല്ല, ഇതൊരു ലോബിയിങ് തന്നെയാണ്. ഏതാണ്ട് 310ഓളം സിനിമകൾ ഇപ്പോഴും റിലീസാവാനിട്ടുണ്ട് മലയാള സിനിമയിൽ. എടുത്തു വെച്ചിരിക്കുന്ന സിനിമകൾ എന്താ റിലീസാവാത്തത്? ചിലപ്പോ താരങ്ങളുടെ കുറവാണ്, മറ്റെന്തെങ്കിലും ആകാം. എന്തോ സജി കേട്ടില്ല? 600 സിനിമകളോ സാറ്റലൈറ്റ് OTT ഇപ്പൊ പോകാൻ കിടപ്പുണ്ട്. അതെ, അല്ല, എന്റെ അറിവില് 340ഓളം സിനിമകൾ റിലീസാകാനുണ്ട് സജി. അതുണ്ട്. തിയേറ്റർ കാണാത്ത സിനിമകൾ, ഒരാഴ്ച പോലും തിയേറ്റർ കളിക്കാത്ത എത്രയോ സിനിമകൾ ഇതിനകത്ത്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ നിർമ്മാതാക്കൾ വരുന്നത്? ശ്രീ ബൈജു കൊട്ടാരക്കര ചെന്ന് ചാടി കൊടുക്കുകയാണല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഈ സിനിമ എന്ന് പറയുന്നത് ഒരു സംഗതിയാണ്. ഈ നേരത്തെ ശ്രീത് പണിക്കരൊക്കെ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഈ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ വേണ്ടി ഒരുപാട് പേർക്ക് താല്പര്യമുണ്ട്. അങ്ങനെയാണ് ഈ ഏറ്റവും കൂടുതൽ വിദേശത്തുള്ളവരും ഈ കള്ളപ്പണം കൈയിരിക്കുന്ന ആളുകളും ഒക്കെയാണ് ഇതിനകത്ത് കൊണ്ടുവന്ന് ഈ പൈസ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് ഒരിക്കലും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ സജീവൻ തിയേറ്റർ സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ സജീവൻ തിയേറ്റർ അറിയാം ഒരു സിനിമ എങ്ങനെയാണ് നിർമ്മിക്കേണ്ടത്. അതിൽ താരങ്ങൾക്ക് ഇത്ര കൊടുക്കണം. അത് വിറ്റാൽ സുരേഷ് കുമാർ പറഞ്ഞ പോലെ 100 കോടി എന്ന് പറഞ്ഞാൽ 29 കോടിയോ 30 കോടിയോ ഇതിന് ആക്ച്വൽ കണക്കുകൾ വരുന്നുള്ളൂ, പണം കിട്ടുന്നുള്ളൂ നിർമ്മാതാവിന്.
അപ്പോ 100 കോടി കളക്ട് ചെയ്താൽ അതായത് ഗ്രോസ് എന്ന് പറയുന്നത് 100 കോടിയായിരിക്കും, പക്ഷെ നെറ്റ് എന്ന് പറയുന്നത് 29-30 കോടിയായിരിക്കും. അത് അവരൊക്കെ അത് നോക്കി സിനിമ ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോ ഇവിടെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കുറച്ച് കോടികൾ മേടിക്കുന്നു, ഒരു 50 കോടിക്കോ 30 കോടിക്കോ ഒരു സിനിമ ചെയ്യുന്നു, അതിന് 90 കോടിയിൽ നിന്ന് 100 കോടിയിൽ നിന്ന് എക്സ്പെൻസ് എന്ന് പറയുന്നു. ഇത് പെരുപ്പിച്ച് കാണിച്ച് ഇതിന്റെ സാറ്റലൈറ്റും OTT-യും തിയേറ്റർ ഹൈക്കും എല്ലാം കൂടെ കാണിച്ചിട്ട് പടം റിലീസ് ആവുന്നതിന് അന്ന് തന്നെ 100 കോടി 200 കോടി ക്ലബിൽ കയറുകയല്ലേ സിനിമ. ഇതല്ലേ അനൗൺസ്മെന്റ്. എന്നിട്ട് അടുത്ത സിനിമയ്ക്ക് ഈ താരങ്ങൾ വീണ്ടും പണം കൂട്ടി മേടിക്കുന്നു. അല്ല, ഇവിടെ സജി പറയുന്നുണ്ട് നിർമ്മാതാക്കൾ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന്. ബൈജു, നിർമ്മാതാക്കൾ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന്. പക്ഷെ ആന്റണി പെരുമ്പാവൂർ അപ്പോൾ കാണിക്കുന്നത് അല്ലല്ല, ഒരു വലിയ ചതിയല്ലേ? ആന്റണി പെരുമ്പാവൂർ ഒരു വലിയ ചതി തന്നെ ഇവിടെ കാണിക്കുകയല്ലേ? മഞ്ജുഷേ, ഈ സജി നന്ദിയാട്ടം ഈ ഫിലിം ചേംബറും പോലെ ആളുകളൊക്കെ ചെയ്യേണ്ടത് ഓരോ സിനിമകൾ ഇറങ്ങുമ്പോഴും അതിന്റെ ചെലവും ആ സിനിമയ്ക്ക് വന്നേക്കുന്ന കളക്ഷനും നിങ്ങളൊരു 2-3 മാസം പുറത്തുവിടാമോ? ഈ പണി എല്ലാം തീരും. ഇവിടുത്തെ ഈ താര രാജാക്കന്മാർ എന്ന് പറഞ്ഞ ഈ നടക്കുന്ന ചില ആളുകളുടെയും അല്ല, ഈ സജി ഈ കോടികൾ മേടിക്കുന്നവരുടെയൊക്കെ ഈ പുറംപൂച്ച് പുറത്ത് കാണണമെങ്കിൽ ഓരോ മാസവും നിങ്ങൾക്ക് കിട്ടിയ തിയേറ്റർ കളക്ഷനും OTT റൈറ്റും അതേപോലെ സാറ്റലൈറ്റ് റൈറ്റും നിങ്ങൾ പുറത്തു വിടാമെങ്കിൽ ഈ കളി ഇവിടെ കൊണ്ട് അവസാനിക്കും. അവരും ഈ വഴിയേ വരും. അതേപോലെ തന്നെ ഒരു സിനിമ ചെയ്യുമ്പോൾ അതിലെ താരങ്ങൾ ആ സിനിമയുടെ ഷൂട്ടിങ്ങിൽ മാത്രമല്ല അതിന്റെ പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ സിനിമകൾ ഓടാൻ വേണ്ടി അവരും കൂടെ തന്നെ നിൽക്കണം. നേരത്തെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ പോലെ ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോക്ക് ഏതെങ്കിലും ഒരു താരം തയ്യാറാവൂ? ഇത്രയും കാലം തയ്യാറായിട്ടുണ്ടോ? ആവില്ല. കാരണം അവർക്കറിയാം ആ പടം പൊട്ടിപ്പോയാൽ അത് തീർന്നു. അതുകൊണ്ട് ഒരു മനുഷ്യൻ പോലും ഈ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലൊന്നും ആരും നിൽക്കില്ല. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക്, ഒരു കൂട്ടായ പ്രവർത്തനത്തിലേക്ക് മലയാള സിനിമ കൊണ്ടുവന്നാൽ ഈ സിനിമ എന്റെയും കൂടിയാണ് എന്ന് താരങ്ങളോട് നടക്കില്ല. ഇപ്പോൾ അല്ലല്ല, താരരാജാക്കന്മാരൊന്നും അതിന് സമ്മതിക്കുകയില്ല. ഇപ്പോൾ തന്നെ ഈ പടപ്പുറപ്പാട് കാണുമ്പോൾ ഇതെല്ലാം വ്യക്തമാണല്ലോ. ശ്രീ ബ്രൈറ്റ്, താങ്കൾക്ക് പ്രതീക്ഷയുണ്ടോ ഇത്തരത്തിൽ ഇവർ രണ്ടുപേരും പറയുന്ന കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുമെന്ന്? ഇല്ല, സംഭവിക്കാൻ പറഞ്ഞു കഴിഞ്ഞു. അവരിത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ താരങ്ങൾ ഒരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം ഒരിക്കലും അവൻ താരമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരിക്കലും ഒരാൾ ഒരു താരമായി കഴിഞ്ഞാൽ അവരുടെ റെമ്യൂണറേഷൻ അവർ ഒരു കാരണവശാലും താഴേക്ക് വരത്തില്ല. അതിനുള്ള ഏക പ്രതിവിധി അവരെ വിളിക്കാതിരിക്കുക. അവര് നിർമ്മിച്ചോട്ടെന്നേ, അവര് സിനിമ നിർമ്മിക്കട്ടെ. അവര് സിനിമ നിർമ്മിച്ചാൽ അവരുടെ സിനിമയുടെ കണക്ക്, വരവ് ചെലവ് കണക്കുകൾ പോലും, അല്ലെങ്കിൽ ചിലപ്പോൾ ചെലവ് കണക്ക് കാണത്തില്ല, വരവിന്റെ ചില കണക്കറിയാമല്ലോ, അതെല്ലാം തുറന്ന പുസ്തകം പോലെ കിടക്കുകയല്ലേ. ഇത് ആദ്യത്തെ 3 ഷോയ്ക്കും 2 ഷോയ്ക്കും നാട്ടിലെ ബംഗാളികളെ പിടിച്ച് തിയേറ്ററിൽ കയറ്റുന്ന പണിയല്ല ഞാൻ ഈ പറയുന്നത്. ഈ താരങ്ങളുടെ അക്കാര്യത്തിൽ ബ്രൈറ്റിന് ഒരു അനുഭവമുണ്ട്. ശ്രീ ബ്രൈറ്റ്, അല്ല അതിപ്പോൾ നടക്കുന്ന കാര്യമാണ്. അതിപ്പോൾ ബൈജു അതിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ബ്രൈറ്റ്, ബൈജു പറഞ്ഞ കാര്യം കറക്റ്റ് കാര്യമാണ്. അതായത് ഞാൻ എന്റെ തിയേറ്ററിലെ സിനിമ റിലീസ് ചെയ്ത സമയം ഞാൻ പറഞ്ഞ ഒരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് തിയേറ്ററിൽ നമ്മളായിട്ട് ആരെയും കയറ്റുന്നില്ല. തിയേറ്ററിൽ ആളില്ലയോ, നിങ്ങൾ ആ ഷോ നടത്തണ്ട. അങ്ങനെയാണ് ഞാൻ പറഞ്ഞ് സിനിമ റിലീസ് ചെയ്തത്. പക്ഷെ നമ്മുടെ സിനിമയാണെങ്കിൽ പോലും ഞാൻ പറയാം, ഞങ്ങൾ പാട്ട് റിലീസ് ചെയ്തു. അതായത് ഞാൻ പലയിടത്തും യൂട്യൂബ് ചാനലുകളിടത്തൊക്കെ ഞാൻ ആദ്യം അവര് പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? അവർക്ക് ചാനലില് ഞാൻ പാട്ട് അങ്ങ് കൊടുക്കുകയും വേണം, എഴുതി കൊടുക്കണം. അത് മാത്രമല്ല, ഈ പൈസയും കൂടെ ഞാൻ അവർക്ക് അങ്ങ് കൊടുക്കണം. അതായത് ഞങ്ങൾ ലക്ഷങ്ങൾ മുടക്കി സിനിമയും എടുത്ത് ഈ പാട്ടും എടുത്തിട്ട് ഞാൻ പിന്നെ അവർക്ക് പൈസ കൊടുത്തിട്ട് വേണം അവരെ ചാനലിടാൻ. അങ്ങനെയാണ് നന്ദിയാടനും കൂടെ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നത്, ബ്രൈറ്റ് ഒരു കാര്യം ചെയ്ത് സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനലിൽ തുടങ്ങുക, എന്നിട്ട് ആ ചാനലിൽ കൂടെ ആ പാട്ട് റിലീസ് ചെയ്തു. അപ്പൊ നമുക്ക് ആൾക്കാർ കണ്ടു പോട്ടെ. ആദ്യം ഒരാള് ചാനൽ തുടങ്ങിയല്ലോ, ആ തുടങ്ങിയ സമയത്ത് അയാൾക്ക് ഇതുപോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പൊ ഒരു യൂട്യൂബർ എന്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങളുടെ ചാനലിൽ ഒരു 200 പേരോ 300 പേരേ കാണുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ എന്തായാലും ഞാൻ പാട്ട് എന്റെ ചാനൽ വഴി ഞാൻ റിലീസ് ചെയ്തു. പക്ഷെ പലരും കാണുന്നുണ്ട്. ഇത് ജനുവനായിട്ടുള്ള ആൾക്കാർ. ഇവിടെയും കൊണ്ട് തട്ടിപ്പ്. അതായത് ഈ ഇതിന്റെ മനുഷ്യ ഇദ്ദേഹം ഇപ്പൊ പറഞ്ഞതിനകത്ത് വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. അതായത് ഒരു നിർമ്മാതാവ് പണം മുടക്കിയാണ് ഒരു പാട്ട് പോലും ചെയ്യുന്നത്. ഒരു മ്യൂസിക് ഡയറക്ടർ ആയാലും, ഒരു ലിറിസ്റ്റ് ആയാലും, ഒരു സിംഗർ ആയാലും, ആരെയാണെങ്കിലും ഇവരാണ് വെക്കുന്നത്. പക്ഷെ ഇപ്പൊ എങ്ങനെയാണ് റൈറ്റ് പോകുന്നത്? ആ റൈറ്റ് പോകുന്നത് സിംഗർക്ക് ഒരു റൈറ്റ്, മ്യൂസിക് ഡയറക്ടർക്ക് അതിന്റെ വേറൊരു പെർസെന്റേജ്. എന്തിനാണ് ഈ പണം മുടക്കി ഈ മ്യൂസിക് ഡയറക്ടറെയോ ഈ സിംഗറെയോ വെക്കാതിരുന്നാൽ ഈ പാട്ട് പറക്കത്തില്ലല്ലോ. ശരി, ഇപ്പോൾ ശ്രീ ബിനു മോഹൻ ടെലിഫോൺ ലൈൻ ചേരുകയാണ്. അമ്മയുടെ ഭാരവാഹിയാണ് അദ്ദേഹം. ശ്രീ ബിനു മോഹൻ, നടൻ, ടെലിഫോൺ ലൈൻ ചേരുകയാണ്. 3 പേരിലേക്ക് വരാം. ശ്രീ ബിനു മോഹൻ, അമ്മയുടെ ഒരു നിലപാട് ഈ വിഷയത്തിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല. നേരത്തെ ഞാൻ ശ്രീ ജോയി മാത്യുവിനോട് ചോദിച്ചപ്പോൾ ഉടൻ തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് പറയുമെന്നാണ്. എന്ന് പതിവ് സംഭവങ്ങൾ പോലെ തന്നെ ഇവിടെയും ഒരു കാലതാമസം അമ്മയിൽ നിന്ന് വരികയാണല്ലോ. അല്ല, അമ്മയുടെ സംഘടനയിൽ പോലും ഉണ്ടല്ലോ. ഒരു സെക്കൻഡ്, വിനു പറയട്ടെ. വിനു ഉണ്ട്. ജയൻ ചേർത്തല പറഞ്ഞ കേട്ടില്ലായിരുന്നോ?
അതായത് പ്രൊഡ്യൂസർ അസോസിയേഷനിലേക്ക് വേണ്ടി അവര് കഴിഞ്ഞ അങ്കമാലിയിൽ വെച്ച് മനോരമയും കൂടെ ഒരു പരിപാടി നടത്തിയിട്ട് ആ പൈസ കൊടുത്തത്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ വളരെ മോശമല്ലേ? ശരി ശരി വിനു താങ്കളുടെ മറുപടിയാണ് ചോദിച്ചത്. എന്തുകൊണ്ട് അമ്മയ്ക്ക് ഒരു നിലപാടില്ല? ചേട്ടാ നമസ്കാരം. അല്ല, ഞാൻ അമ്മയ്ക്ക് നിലപാടില്ല എന്നല്ല. ഇപ്പം നമ്മളിപ്പം പ്രൊഡ്യൂസർ അസോസിയേഷനെ സംബന്ധിച്ച് അതിനകത്ത് ഉണ്ടായിട്ടുള്ള ഒരു തർക്കവും നമുക്ക് കഴിഞ്ഞ വർഷം ഡിസംബറിലാണെന്ന് തോന്നുന്നു, എക്സാക്ട് ഡേറ്റ് ഓർമ്മയില്ല, ഡിസംബറിൽ നമുക്ക് ഈ തരത്തിലൊരു വേതനത്തെ സംബന്ധിച്ചുള്ള ഒരു കത്ത് നമുക്ക് പ്രൊഡ്യൂസർ അസോസിയേഷന് വന്നിരുന്നു. നവംബറിലാണ് ഏട്ടാ, എനിക്ക് മാസം ഏതാന്ന് ഓർമ്മയില്ല, കാരണം ആ ഒരു കഴിഞ്ഞ വർഷമാണ് 2024 ഡേറ്റിലാണ് വന്നത്. അപ്പം ആ ഒരു കത്ത് എഴുത്ത് വന്ന സമയത്ത് കൃത്യമായി അതിന് ഒരു മറുപടി അയച്ചതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കമ്മിറ്റിയിലുള്ള ഈ ഒരു കമ്മിറ്റി മാത്രം തീരുമാനിക്കേണ്ട കാര്യമില്ല. കാരണം അതിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ നമ്മൾ ഈ 506 മെമ്പേഴ്സും നമ്മളുടെ സംഘടനയിലുള്ള എല്ലാവരുമായിട്ടും അത് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതിനൊരു കുറച്ച് സമയമെടുക്കും. അത് മിക്കവാറും അടുത്ത ഒരു ജനറൽ ബോഡി, ഇമ്മീഡിയറ്റ് ഒരു ജനറൽ ബോഡിയിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അപ്പൊ ആ ജനറൽ ബോഡി സമയത്ത് അത് കൃത്യമായി ചർച്ച ചെയ്തിട്ട് അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി സംഘടനയിൽ നിന്ന് പറയാൻ സാധിക്കും എന്നാണ് അന്ന് നമ്മളത് കത്തിൽ പറഞ്ഞത്. പിന്നെ ചേട്ടാ ലെറ്റർ ടൈപ്പ് ചെയ്തത്, എഴുതിയ ലെറ്റർ അയച്ചത് ഞാനാണ്. കമ്മിറ്റിയാണ് എന്നാണ് അതെ, അഡ്ഹോക് കമ്മിറ്റി എന്ന് പറഞ്ഞത്. അഡ്ഹോക് കമ്മിറ്റിയിലിരുന്ന് ആ ചർച്ച ചെയ്യാൻ കമ്മിറ്റിയിലുള്ള ആൾക്കാർ തമ്മിൽ നമ്മൾ മാത്രം ചർച്ച ചെയ്താൽ പോരാ. കാരണം ഇത് എല്ലാ വിഭാഗത്തിലുള്ള ആർട്ടിസ്റ്റ്, ഇവൻ സപ്പോർട്ടിംഗ് ക്യാരക്ടർ ചെയ്യുന്ന മുതൽ നമ്മുടെ സംഘടനയിലുള്ള എല്ലാവരെയും ബാധിക്കുന്ന വിഷയവുമാണ്. അത് കൃത്യമായി എല്ലാവരുടെയും അഭിപ്രായം കൃത്യമായിട്ട് അറിഞ്ഞിട്ടാണ് നമുക്ക് സംഘടനാപരമായിട്ടുള്ള ഒരു കൃത്യമായ തീരുമാനത്തിലേക്ക് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ എന്ന് കൃത്യമായി തന്നെയാണ് നമ്മൾ ആ ലെറ്റർ പ്രൊഡ്യൂസർ അസോസിയേഷന് കൊടുത്തത്. അതേപോലെ തന്നെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ഈ പ്രാവശ്യത്തെ ഒരു പ്രസ് മീറ്റുമായി ബന്ധപ്പെട്ട് സുരേഷങ്ങളോടൊക്കെ നമ്മൾ അന്നൊരു ഒഫീഷ്യലി സംഘടനാപരമായിട്ട് ലെറ്റർ അയച്ചത് ഈ നാഥനില്ലാ കളരി എന്ന് പറയുന്ന ഒരു വാക്കാണ്. കാരണം ഒരു സംഘടന നാഥനില്ലാ കളരി എന്ന് നമുക്ക് ഒരിക്കലും അമ്മ അസോസിയേഷനിൽ ഇപ്പൊ പറയാൻ പറ്റില്ല. കാരണം കൃത്യമായിട്ടുള്ള പ്രോഗ്രാംസ്, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 30 വർഷമായി ആഗ്രഹിച്ചിരുന്ന ഒരു കുടുംബ സംഗമം നമ്മൾ നടത്തിയതുപോലെ ഇപ്പം ഓരോ സംഘടനാപരമായിട്ട് സംഘടനയിലെ അംഗങ്ങൾക്ക് കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും, കൈനീട്ടം ഉൾപ്പെടെയുള്ള, ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള മറ്റ് എല്ലാ ആനുകൂല്യങ്ങളും, അതല്ലാതെ തന്നെ മെഡിസിൻ ഫ്രീ ആയിട്ട് ഒരു സംഘടനയും എനിക്ക് തോന്നുന്നില്ല ഈ തരത്തിൽ. കാരണം മാസം അവരുടെ ജീവൻ രക്ഷാ മരുന്നുകൾ നമ്മൾ സൗജന്യമായി കൊടുക്കുന്നുണ്ട്. ഈ തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഒരേട്ടാ ഞാൻ പറഞ്ഞോട്ടെ, സംഘടനാപരമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായി നടക്കുകയും ഈ പറയുന്ന ഏതൊരു അമ്മയിലേക്ക് ചോദിക്കുന്ന ഏതൊരു കാര്യത്തിനും കൃത്യമായി തന്നെ ഒരു 2, 3, 4 ദിവസത്തിനകത്ത് കൃത്യമായി മറുപടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് സംഘടന. അപ്പം സംഘടനയിൽ അത് കൃത്യമായി തന്നെ എല്ലാവരും സംസാരിക്കുകയും ആ രീതിയിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ ഇത് ഒരു പ്രൊഡ്യൂസർ അസോസിയേഷനകത്ത് ഉണ്ടായ ഒരു കാര്യത്തെ സംബന്ധിച്ച് അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരിക്കലും ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന, ഇപ്പം ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത്, എന്നോട് രാവിലെയും ഞാൻ സംസാരിച്ചൊരു കാര്യം ഇതാണ്. ഇപ്പം നമ്മൾ ഈ സംഘടനകളെല്ലാം എന്തിനാണ് സംഘടനകളെല്ലാം സിനിമ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ, കാരണം ഇതൊരു ഫെർട്ടേണിറ്റിയാണ്. ഇപ്പൊ ബൈജോറിനുണ്ട്, ഇപ്പം എനിക്ക് തോന്നുന്നു ബൈജോറിനൊക്കെ ഇതിൽ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. ഞാൻ കാണുന്നില്ല, പ്രോഗ്രാം കണ്ടില്ല. എല്ലാവരും സിനിമ എന്ന് പറയുന്ന സിനിമയെ സ്നേഹിച്ചു വരുന്നവരാണ്. ഇപ്പൊ ഞാനും എന്റെ കുട്ടിക്കാലം മുതൽ സിനിമയെ കാണുന്ന ഒരാളാണ്. അപ്പൊ സിനിമയുടെ ഒരു ഉയർച്ചയ്ക്കും അല്ലെങ്കിൽ അതിന്റെ ഒരു ശക്തമായി നിലനിൽക്കാനാണ് നമ്മളുടെ ഈ സംഘടനകളെല്ലാം. അപ്പൊ ഈ സംഘടനകളെല്ലാം തമ്മിൽ ഒരു സൗഹാർദ്ദപരമായ ഒരു ഐക്യം വേണം. അത് കൃത്യമായി തന്നെ സംസാരിക്കുകയും വേണം. ഈ പറയുന്ന ഒരു വെറുതെ കുറെ തർക്കങ്ങൾ വരിക എന്നുള്ളതല്ലാതെ നമ്മൾ അതിൽ കൃത്യമായ നിലപാടുകൾ, എത്ര നമ്മൾ സംസാരിക്കാം, തർക്കിക്കാം എല്ലാം ഉണ്ടെങ്കിലും അതിന് കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടാവുകയും വേണം. അതായത് ഈ പ്രതിഫലം കുറയ്ക്കണം എന്നുള്ള കാര്യം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉന്നയിച്ചത് അത് അമ്മയോട് ആലോചിക്കാതെയാണ്. അതല്ലേ ഇപ്പോഴുള്ള ഒരു പരാതിയായിട്ടുള്ളത് ശ്രീ വിനു മോഹൻ? അല്ല, അമ്മയുടെ ഈ ഒരു കാര്യം അന്ന് ആ ലെറ്റർ വന്നു, അതിനൊരു മറുപടി നമ്മൾ അയച്ചു. അതിനുശേഷം ഒരു തരത്തിലുള്ള ഒരു കാര്യങ്ങളും നമ്മളോട് സംസാരിച്ചിട്ടില്ല. പിന്നെ കാണുന്നത് ഈ ഒരു പ്രസ് മീറ്റ് ആണ്. അതും ഞാൻ ആ പ്രസ് മീറ്റ് ആ സമയത്ത് കണ്ടിട്ടില്ല, പിന്നെയാണ് ഞാനത് കണ്ടിട്ടുള്ളത്. അപ്പൊ ആ തരത്തിലൊരു പരാമർശം വന്നത് അത് തീർച്ചയായിട്ടും സംഘടന. ഒരു കാര്യം കൂടിയുണ്ട്, ഇപ്പോൾ ഇന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുന്നത് കേട്ടു, ഇതൊരു ഗഡുക്കളായിട്ട് 5 ലക്ഷത്തിൽ കൂടുതൽ പ്രതിഫലം കൈപ്പറ്റുന്നവർക്ക് ഒരു ഗഡുക്കളായിട്ട് തുക നൽകാമെന്ന്. അതായത് 30% തുടക്കത്തിൽ, പിന്നീട് 30% ഡബ്ബിങ്ങിന്റെ സമയത്ത്, പിന്നെ അവസാനം സിനിമ റിലീസായതിനു ശേഷം 40%. അങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെക്കുമ്പോൾ അത് സ്വീകരിക്കുവാൻ അമ്മയ്ക്ക് കഴിയുമോ? ഞാൻ അതാണ് പറഞ്ഞേട്ടാ, അത് ഒരാൾ ഇപ്പം എന്റെ ഇൻഡിവിജ്വൽ അഭിപ്രായമോ അല്ലെങ്കിൽ അല്ല, ഈ സംഘടനയുള്ള എല്ലാവരുടെയും കൃത്യമായ അഭിപ്രായവും അതിലൊരു ഭൂരിപക്ഷ അഭിപ്രായത്തോടെ സംഘടനാപരമായിട്ട് നമുക്ക് നിൽക്കാൻ സാധിക്കുള്ളൂ. ഒന്ന്, പിന്നെ ഈ പറയുന്ന ഇപ്പം നമ്മളൊരു നിയമപരമായിട്ട് ഇപ്പൊ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ എത്രയോ ആർട്ടിസ്റ്റുകൾ, ഇപ്പം സന്തോഷ് ഏട്ടന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടു. അദ്ദേഹത്തിന്റെ
സിനിമയ്ക്ക് ഇപ്പോഴും അദ്ദേഹം പൈസ കൊടുക്കാൻ ഇപ്പോഴും ഒരു ടോവിയുടെ ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞു. ആ സമയത്ത് ആ പൈസ കൊടുക്കാൻ ഇപ്പോഴും ഉണ്ട്, അത് ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ ഈ ഒരു വൈകുന്നേരം കണ്ടതാണ്. അപ്പം ആ തരത്തിൽ ഒരു സൗഹാർദ്ദപരമായിട്ടാണ് എല്ലാവരും പോകുന്നത്. ഇതിലൊരിക്കലും ഇപ്പം ഞാനൊരു കാര്യം പറയാം, നമ്മളിപ്പോ ഒരു ശില്പം ഉണ്ടാക്കണമെങ്കിൽ അത് ഉണ്ടാക്കുന്ന ഒരു ശില്പിയെ നമ്മൾ സമീപിക്കുമ്പോൾ ആ ശില്പം എനിക്ക് വേണമെങ്കിൽ അതിനുവേണ്ടി ഞാൻ കാശ് മുടക്കുമ്പോൾ എനിക്ക് അഫോർഡബിൾ ആണ് എന്ന് തോന്നുന്നിടത്ത് ഞാൻ കാശ് മുടക്കിയാൽ മതിയല്ലോ. അല്ല, എനിക്ക് അഫോർഡബിൾ അല്ല എന്ന് തോന്നുന്നിടത്ത് എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരാളെ കൊണ്ടുവന്ന് ഞാനത് ചെയ്യിപ്പിക്കുമ്പോൾ എന്റെ ഇഷ്ടത്തിന് അത് അല്ലെങ്കിൽ ഈ കഥ കേൾക്കുന്നതോ അല്ലെങ്കിൽ ഒരു സിനിമയെ സംബന്ധിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി ഒരു പ്രൊഡ്യൂസറിന് ഇഷ്ടപ്പെട്ട് അത് കൺഫേം ആകുമ്പോഴാണ് ഒരു ആർട്ടിസ്റ്റിലേക്ക് ചെല്ലുകയും അവരുടെ വാല്യൂ ആണ് അവർ പറയുന്നത്. ഇപ്പം എന്റെ അല്ല, ഒരു ശില്പം ഉണ്ടാക്കാൻ 2 ലക്ഷമോ 3 ലക്ഷമോ മതിയല്ലോ. ഈ 16 കോടി 20 കോടിയൊന്നും വരത്തില്ലല്ലോ. ഏതായിട്ടാ കേട്ടില്ല. അത് നമ്മൾ ചിന്തിക്കണ്ടേ? അപ്പൊ ശില്പവുമായിട്ട് താരങ്ങളെ താരതമ്യപ്പെടുത്താൻ പറ്റുമോ? ശില്പം ആർക്കും ഉണ്ടാക്കാം. 2 അല്ലെങ്കിൽ 3 ലക്ഷം രൂപ ഞാൻ ടാലന്റ് ആണ്, ഞാൻ ശില്പം ഉദ്ദേശിച്ച ടാലന്റ് ആണ്. ഒരു ക്രിയേറ്റിവിറ്റി സിനിമ വരുമ്പോൾ അതിലൊരു ആർട്ടിസ്റ്റ് അഭിനയിക്കുമ്പോൾ ആ ആർട്ടിസ്റ്റിന്റെ വാല്യൂ അനുസരിച്ചുള്ള എമൗണ്ട് അല്ലേ കൊടുക്കുക? അല്ലെങ്കിൽ ആ ആർട്ടിസ്റ്റ് ഒന്ന് ചുമ്മാ ചിന്തിച്ചു നോക്കിയാൽ ഇപ്പം ഒരു സിനിമ എടുക്കാൻ അങ്ങേറ്റം 72 ദിവസം 80 ദിവസം ആവും ഒരു ഫിലിമിന് ഫുള്ളായിട്ട്. അപ്പൊ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഈ 70 ദിവസത്തേക്കാണ് ഈ 16 കോടി 20 കോടിയൊക്കെ മേടിക്കുന്നത്. അപ്പൊ അത് നമ്മളൊന്ന് ചിന്തിക്കണം. എന്നാൽ ആ സിനിമ നമ്മള് മാർക്കറ്റിൽ പോകുമ്പോ ഇപ്പൊ എന്റേതല്ല എല്ലാവരുടെ സിനിമയ്ക്കും അവരാള് കയറ്റുക ചെയ്യണേ. പ്രഗത്ഭരെല്ലാരും ഇപ്പൊ 2ാം വാരം 3ാം വാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിയേറ്ററിൽ കൂടുന്നുണ്ടല്ലോ. എല്ലാ തിയേറ്ററിലും 10 പേര് 15 പേര് വെച്ച് ഈ പ്രൊഡ്യൂസർ തന്നെയാണ് ആളെ കയറ്റുന്നത്. അപ്പൊ എന്റെ ഇപ്പൊ ആളെ കയറ്റാൻ വേണ്ടി സ്പെഷ്യൽ ആൾക്കാരുണ്ട്. ഇപ്പൊ അവര് തന്നെ ഒരു റൂം എടുത്തിരിപ്പുണ്ട്. അതായത് ഞങ്ങളുടെ സിനിമ ഇങ്ങനെ റിലീസ് പരസ്യം പോകുമ്പോൾ തന്നെ നമ്മുടെ നമ്പർ എവിടുന്നോ ഇവരെടുത്തു വെച്ച് നമ്മൾ വിളിച്ചിട്ട് പറയുവാണ്, ഞാൻ 15 പേരെ കയറ്റാം, ഞാൻ 25 പേരെ കയറ്റാം, OTT വിൽക്കണമെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ, തിയേറ്ററിൽ ആളൊന്നുമില്ല. പക്ഷെ ഞാൻ 17 പേര് മൊത്തത്തിൽ നമ്മുടെ ചർച്ച വഴിതെറ്റി പോവാണ്. നമ്മുടെ ചർച്ച അതല്ല കേട്ടോ. പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് വിനുമോഹൻ ഇവിടെ പറഞ്ഞത്. ഈ തർക്കം പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അല്ല, സജി അതിനോട് യോജിക്കുകയാണല്ലോ. എന്തായാലും പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് വിനു ഇവിടെ പറഞ്ഞത്. അതിനകത്ത് പെടുന്നതല്ലേ? ശരി ബ്രൈറ്റ്. സജി, വിനു പറഞ്ഞതിനെ നിങ്ങൾക്ക് അത് അനുകൂലമായിട്ട് കാണാമല്ലോ. അല്ല, വിനു പറഞ്ഞതിനെ, കാരണം ഈ അഡ്ഹോക് കമ്മിറ്റി ആണെങ്കിൽ കൂടി അമ്മ അതിനകത്ത് ഇടപെടുന്നുണ്ടായിരുന്നു. അല്ല, ഞാൻ പറയട്ടെ, ഞാൻ കാര്യങ്ങളിലേക്ക് വരും. നമ്മളിങ്ങനെ വേറെ നമ്മൾ വേറെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയുന്നത് വിനു പറഞ്ഞതിനോട് വളരെ മാന്യമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഈ വിനുവിനോട് ഞാൻ പറയാം, വിനു ഇതിനു മുമ്പ് പല പ്രാവശ്യം പ്രൊഡ്യൂസർ അസോസിയേഷൻ ഈ അമ്മയ്ക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് പല വർഷങ്ങളിൽ. ഒന്നും സംഭവിച്ചിട്ടില്ല വിനു. അതിന്റെ കാരണം എന്താണ്? ഞങ്ങളെ പ്രൊഡ്യൂസർമാരുടെ ഇടയിൽ ഞങ്ങളുടെ ആൾക്കാർ സ്ട്രോങ് അല്ല. ഉള്ള കാര്യം ഉള്ളപോലെ പറയാൻ ഞങ്ങളുടെ സ്ട്രോങ് ആയിരുന്നു ഒരു കാലത്ത്. കുഞ്ചാക്കോ മുതലാളിയും മെർലാണ്ട് സുബ്രഹ്മണ്യമാലും ബൈജു കൊട്ടാരക്കരയ്ക്ക് അറിയാം. ഈ വാസുവേട്ടനും ജോയ് തോമസും പ്രേംപ്രകാശും ഈ സിയാദ് കോക്കറും ഒക്കെ സ്ട്രോങ് ആയി, സാഗാപ്പച്ചനൊക്കെ സ്ട്രോങ് ആയി നിന്നിട്ടുള്ളവരാ. ഇപ്പോൾ ഉള്ളവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടും. ഇതാണ് മുതലെടുക്കുന്നത്. പ്രൊഡ്യൂസർ ഒറ്റക്കെട്ടായിട്ടെന്ന ഒരു ചുക്കും ആർക്കൊന്നും ഞങ്ങളെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞങ്ങളുടെ ഇടയിൽ ഒറ്റയ്ക്ക് നിൽക്കത്തില്ല. ഇവിടെ ആർട്ടിസ്റ്റുകളുടെ മൂഡ് താങ്ങുന്ന കുറെ ആൾക്കാരുണ്ട്. പച്ചയ്ക്ക് പറയാ ഞാൻ, ഇതും അവിടുത്തെ പ്രശ്നം. ഞങ്ങളാരും ആർട്ടിസ്റ്റിന്റെ മൂഡ് താങ്ങത്തില്ല. ഞാൻ താങ്ങാത്തോണ്ട് എനിക്ക് ഡേറ്റ് കിട്ടാത്തത്. മനസ്സിലാക്കി? ഒരു കാര്യമുണ്ട്, അത് ആണത്തം മണയം വെക്കാത്ത കുറച്ച് പേര്. സുരേഷ് കുമാർ കറക്റ്റാണ്, സിയാദ് കോക്കർ കറക്റ്റാണ്. ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. ബാക്കിയുള്ളവർക്കെല്ലാം ആർട്ടിസ്റ്റുകളെ തുകിപ്പിച്ചിട്ട് ഡേറ്റ് വാങ്ങി അവർക്ക് ഇപ്പൊ പറഞ്ഞല്ലോ സന്തോഷ് ടിക്കറുടേക്ക് വിനു ശരിയാ, സന്തോഷ് ടിക്കറുടേക്ക് ഫ്രണ്ട്ഷിപ്പ് വെച്ച് പൈസ കുറച്ച് കൊടുക്കും. അല്ല പിന്നെ തന്നാ മതി. ലെസിൻ ഷീപ്പിന് കടം കൊടുക്കും. സജി നന്ദിയാട് കടം തരുമോ? കാരണം സജി നന്ദിയാട് ഇവരുമായിട്ട് ലോക്യത്തിൽ പോകുന്ന ആളല്ല. അപ്പം ഒത്തിരി പേർക്ക് അങ്ങനെ സഹായിക്കുന്നവരാണ് ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി അത്യാവശ്യം നിൽക്കുന്നേ. ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അവരെ ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ പ്രൊഡ്യൂസേഴ്സും തിയേറ്റർ അസോസിയേഷൻകാരും, അതായത് തിയേറ്റർ ഉടമകളോട് ഒരുമിച്ച് നിന്നാൽ ഒരു കാരണവശാലും ഒരു താരവും അവിടെ അവരുടെ രീതിക്കൊത്ത് അവർക്ക് പോകാൻ പറ്റില്ല. ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്, സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ആന്റണി പെരുമ്പാവൂർ നിർമ്മാതാക്കളുടെ സംഘടനയെ ചതിച്ചു എന്ന് 62% പ്രേക്ഷകർ, ഇല്ല എന്ന് 30%. അവസാനിക്കുകയാണ്. നന്ദി.